22 ലക്ഷം രൂപ ആരെങ്കിലും വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ അതാരാണ്, ആർക്കാണ് കൊടുത്തത്, എപ്പോഴാണ്, എന്നാണ് അയാൾ പറയണം. തെളിവ് സഹിതം നിങ്ങൾ ഇന്ന ആളെ പറഞ്ഞയച്ചു, അവിടെ പൈസ തന്നിട്ടുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ എന്നെ ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട് എന്ന് അയാൾ എന്നോട് പറയണം. ഞാൻ ഒരു കാര്യം ചെയ്യാതെ എന്റെ മുകളിലേക്ക് ഏതൊക്കെ ആളുകൾ എന്തൊക്കെ രീതിയിൽ എന്നെ കൊണ്ട് ഇത് ചെയ്യിച്ചിട്ടുണ്ടോ, അല്ലെങ്കിൽ അങ്ങനെയാണോ, അതൊക്കെ പാർട്ടി പറയട്ടെ, അല്ലെങ്കിൽ ഈ പറഞ്ഞ തെളിവുകൾ ഉണ്ടാവട്ടെ. പാർട്ടിയുടെ സൽപ്പേരിന് കളങ്കമുണ്ടാക്കുന്നതും അതുപോലെ പാർട്ടി ഭരണഘടന അനുസരിച്ചുള്ള പാർട്ടി അച്ചടക്കത്തിന് നിരക്കാത്തതുമായ ചില പ്രവർത്തനങ്ങൾ പാർട്ടിയുടെ ടൗൺ ഏരിയ കമ്മിറ്റി, കോഴിക്കോട് ടൗൺ ഏരിയ കമ്മിറ്റി അംഗമായ സഖാവ് KV പ്രമോദിന്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട്. പാർട്ടി ജില്ലാ കമ്മിറ്റി ഏകകണ്ഠമായി KV പ്രമോദിനെ പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പുറത്താക്കണമെന്ന് തീരുമാനിക്കുകയും ചെയ്തു. കോഴിക്കോട്ടെ പാർട്ടി നേതാവ് പ്രമോദ് കോട്ടുള്ളിക്കെതിരെ ഉയർന്നു വന്ന അഴിമതി ആരോപണം തുടക്കത്തിലെ നിഷേധിക്കുകയാണ് CPM ചെയ്തത്. അങ്ങനെ ഒരു കഥയില്ലെന്നും മാധ്യമങ്ങൾ വ്യാജമായി സൃഷ്ടിക്കുകയാണ് എന്നുമായിരുന്നു വാദം. പക്ഷെ ഇന്നിപ്പോൾ പ്രമോദ് കോട്ടുള്ളിയെ പൊടുന്നനെ പുറത്താക്കാൻ പാർട്ടി തീരുമാനിച്ചിരിക്കുന്നു. പക്ഷെ അതിന് PSCയുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്ന അഴിമതി ആരോപണം കോഴ ആരോപണവുമായി ഒരു ബന്ധവുമില്ലെന്ന് വാദിക്കുന്നു പാർട്ടി. മറ്റു ചില അച്ചടക്ക പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടിയാണത്രേ അദ്ദേഹത്തെ പുറത്താക്കുന്നത്. എന്നാൽ തന്നെ എന്തിനു പുറത്താക്കിയെന്ന് കാരണം പറഞ്ഞിട്ടില്ല പാർട്ടിയെന്ന് തനിക്കത് മനസ്സിലാവുന്നില്ല എന്നും തനിക്കെതിരെ ഉയർന്ന എല്ലാ ആരോപണങ്ങളുടെയും നിജസ്ഥിതി പുറത്തുവരട്ടെ എന്നും പ്രമോദ് കോട്ടുള്ളി പറയുന്നു. തനിക്കെതിരെ പരാതി ഉയർത്തി ശ്രീജിത്തിന്റെ വീട്ടിന് മുമ്പിൽ പോയിരുന്നുകൊണ്ട് ആർക്കെങ്കിലും പണം കൊടുത്തുവെങ്കിൽ അത് തുറന്നു പറയുമെന്ന് ശ്രീജിത്തിനോട് പറയുകയാണ് കോട്ടുള്ളി. PSC അഴിമതി ഉണ്ടായിട്ടില്ല എന്ന് CPM പറയുന്നു. താൻ മറ്റൊരു ക്രമക്കേടും ചെയ്തിട്ടില്ല എന്ന് പ്രമോദ് കോട്ടുള്ളിയും പറയുന്നു. സത്യത്തിൽ CPM മറച്ചുവെക്കാൻ ശ്രമിക്കുന്നത് എന്താണ്? ഇത്തരം ചെറിയ വിദ്യകളിലൂടെ ഇപ്പോൾ ആ പാർട്ടിക്കകത്തുണ്ടായിരിക്കുന്ന ഗുരുതരമായ പ്രശ്നത്തെ മറച്ചുവെക്കാൻ കഴിയുമെന്നാണോ CPMന്റെ അമിതമായ ആത്മവിശ്വാസം? വെറുമൊരു അഴിമതി ആരോപണത്തിനും അഴിമതിക്കും അപ്പുറത്തേക്ക് വലിയ വിഭാഗീയതയുടെ കനൽ കൂടി ആളുന്നുണ്ടോ കോഴിക്കോട്ടെ CPMൽ ഈ വിഷയത്തിൻ്റെ പേരിൽ? നമ്മൾ ഈ വിഷയം സംസാരിക്കുകയാണ്. ഇന്ന് രാത്രി നമ്മോടൊപ്പം ഈ ചർച്ചയിലുള്ളത് ശ്രീ G. ലൂക്കോസാണ്, CPIM സഹയാത്രികൻ. ഒപ്പം CK ഷാക്കിർ, മുസ്ലിം ലീഗ് പ്രതിനിധി, ആനന്ദ് കൊച്ചുകുടി, മാധ്യമ പ്രവർത്തകൻ എന്നിവരാണ്. പ്രമോദ് കോട്ടുള്ളിയെ കൂടി നമ്മൾ അല്പസമയത്തിനകം ഈ ചർച്ചയിൽ തത്സമയം പ്രതീക്ഷിക്കുന്നുണ്ട്. ആദ്യം ശ്രീ G. ലൂക്കോസ്, പ്രമോദിനെ പോലെ വളരെ ആക്റ്റീവായി പാർട്ടി പ്രവർത്തന രംഗത്തുള്ള ഒരു ഏരിയ കമ്മിറ്റി അംഗത്തെ അയാൾക്ക് പോലും മനസ്സിലാവാത്ത കാരണങ്ങളുടെ പേരിൽ പുറത്താക്കുന്നതിന് ഭയങ്കര വിചിത്രമായി തോന്നുന്നു. എന്തായിരിക്കും അതിന് കാരണം? അല്ല, ഈ നിഷാദെ, പ്രമോദ് കോട്ടുള്ളി എന്ന് പറയുന്ന സഖാവിനെ കേരള ചരിത്രത്തിൽ CPM ചരിത്രത്തിൽ ആദ്യമായിട്ടല്ല ഇങ്ങനെ ഒരാളെ പുറത്താക്കുന്നത്. എത്രയോ നേതാക്കന്മാരെ പുറത്താക്കിയിരിക്കുന്നു. MV രാഘവൻ സഹിതമുള്ള നേതാക്കന്മാരെ, വമ്പൻ നേതാക്കന്മാരെ അച്ചടക്ക ലംഘനത്തിൻ്റെ പേരിലും പാർട്ടിക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്ത ആക്ടിവിറ്റീസ് നടത്തിയതിൻ്റെ പേരിൽ പുറത്താക്കിയിട്ടുണ്ട്. വലിയ പ്രമാദമായ ഇത്തരം ഒരുപാട് പുറത്താക്കൽ ഈ പാർട്ടി നേരിട്ടിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് ഒരു ഏരിയ കമ്മിറ്റി മെമ്പർ എന്നുള്ള നിലയ്ക്ക് പ്രമോദ് കോട്ടുള്ളിയെ പുറത്താക്കിയത് അത്ര വലിയൊരു വാർത്താപ്രാധാന്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ അദ്ദേഹത്തിന് നേരെ വരുന്ന ഒരു ആരോപണം, 22 ലക്ഷം രൂപ അദ്ദേഹം കൈക്കൂലി വാങ്ങിച്ചിരിക്കുന്നു, അദ്ദേഹം അല്ലെങ്കിൽ മുഹമ്മദ് റിയാസിൻ്റെ പേര് ദുരുപയോഗം ചെയ്തുകൊണ്ട് ഒരു ഹോമിയോ ഡോക്ടറുടെ ദമ്പതികളുടെ ഇത് വാങ്ങിയെന്നാണ് മാധ്യമങ്ങൾ കൊടുത്ത റിപ്പോർട്ട്. അതിന് യാതൊരു തെളിവും ഇതുവരെ ആർക്കും കാണിക്കാൻ പറ്റിയിട്ടില്ല. ഒരു തെളിവുമില്ല. ഒരു ആരോപണം ഉയർത്തിയ ഒരാൾ പോലും പ്രത്യക്ഷത്തിലില്ല. അപ്പോൾ സ്വാഭാവികമായിട്ട് പാർട്ടി അത് വിശദീകരിച്ചു കഴിഞ്ഞു. അങ്ങനെ ഒരു ആരോപണത്തിൻ്റെ പേരിലല്ല അദ്ദേഹത്തിനെ പുറത്താക്കിയിരിക്കുന്നത്. അങ്ങനെ ഒരു തെളിവ് പാർട്ടിക്കില്ല. ഇദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്നുണ്ടായ പാർട്ടിക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്ത നടപടികൾ, അച്ചടക്ക ലംഘനങ്ങൾ, പാർട്ടിയുടെ അന്തസ്സിന് കീഴിൽ ഒരിക്കലും നിരക്കാത്ത രീതിയിലുള്ള പ്രവർത്തനങ്ങൾ, അദ്ദേഹത്തിന് വിശദീകരണം ആവശ്യപ്പെട്ടു. അദ്ദേഹം കൊടുത്ത വിശദീകരണം തൃപ്തികരമല്ലാത്തതുകൊണ്ട് ജില്ലാ കമ്മിറ്റി ശുപാർശ ചെയ്തിരിക്കുന്നു ഇദ്ദേഹത്തിനെ പുറത്താക്കണം. അദ്ദേഹത്തിനെ പുറത്താക്കിവിട്ട് ആ അധ്യായം അവിടെ അടഞ്ഞു കഴിഞ്ഞു. അതിനിത്ര വലിയ സംസാരിക്കാനായിട്ടോ ചർച്ച ചെയ്യപ്പെടുത്തൊക്കെ എന്ത് മാറ്റമുള്ളത്? ഇങ്ങനെ എത്രയോ ആളുകളെ പുറത്താക്കുന്നു പാർട്ടി നിരവധി ഏരിയ കമ്മിറ്റി മെമ്പർമാരെന്നല്ല, ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, നിർവൻ ചക്രവർത്തിയെ പോലെയുള്ള പോളിറ്റ് ബ്യൂറോ മെമ്പർമാരെ, മുൻ മുഖ്യമന്ത്രിമാരെ പോലും ഈ പാർട്ടി തെറ്റായ കീഴ്വഴക്കങ്ങളുടെ പേര് പുറത്താക്കിയിട്ടുണ്ട്. അതിനുള്ള ആർജവം ഈ പാർട്ടിക്ക് മാത്രമേ ഉള്ളൂ. ആരോപണങ്ങൾ ഉണ്ടാവും പാർട്ടിയുടെ അന്വേഷണത്തിൽ പാർട്ടിക്ക്. നമുക്ക് ഇപ്പോൾ ആളുകളെ CPIM പുറത്താക്കിയിട്ടുണ്ട്. MV രാഘവനെ പുറത്താക്കുന്നത് ബദൽ രേഖ വിവാദത്തിലാണ്. നമുക്കറിയാമല്ലോ കാരണം. ഗൗരി അമ്മയെ പുറത്താക്കാനുണ്ടായ സാഹചര്യവും സിറ്റുവേഷനും എന്താണെന്ന് നമുക്കറിയാം. ഇപ്പം നൃപ്പൻ്റെ കാര്യം പറഞ്ഞു, അദ്ദേഹത്തെ ആഡംബര ജീവിതത്തിന് പാർട്ടി ലൈനിന് വിരുദ്ധമായി ജീവിക്കുന്നതിൻ്റെ പേരിൽ പുറത്താക്കി. കാരണം നമുക്കറിയാം. ഏറ്റവും CPM ഇവിടെ ഏറ്റവും ലോക്കലിൽ പോലും പുറത്താക്കുന്നതിൻ്റെ കാരണങ്ങൾ അറിയാം. VS അച്യുതാനന്ദൻ്റെ കൂടെ ഉണ്ടായിരുന്ന സുരേഷിനെ പോലെ ആൾക്കാരെ പുറത്താക്കുന്നതിനാണ് വാർത്ത ചോർത്തുന്നതുമായി ബന്ധപ്പെട്ട സീരിയസ് ആയിട്ടുള്ള അലിഗേഷൻ മുന്നോട്ട് വെച്ചിട്ടാണ്. എന്തിന് പുറത്താക്കിയെന്നറിയാം. ഇവിടെ പ്രമോദ് കോട്ടുള്ളിയെ പുറത്താക്കിയത് എന്തിൻ്റെ പേരിലാണ് എന്ന് പറയാൻ CPMന് അധൈര്യപ്പെടുന്നു. അതെന്തുകൊണ്ടാണ്? പ്രമോദ് ചോദിക്കുകയാണ് എന്നെ എന്തിനാണ് പുറത്താക്കിയതെന്ന്.
നമ്മൾ സാധാരണ നിലയ്ക്ക് മനസ്സിലാക്കുക ഈ കോഴിക്കോട്ടെ പാർട്ടിക്കകത്തുണ്ടായി വന്ന 22 ലക്ഷത്തിന്റെ കോഴ വിവാദത്തിലാണെന്നല്ലേ? അങ്ങനെ കോഴ വിവാദമേ ഇല്ല എന്നാണ് CPM പറഞ്ഞത്. പിന്നെ എന്തിനാണ് ഇത്ര സജീവമായി നിൽക്കുന്ന ഒരു ചെറുപ്പക്കാരനെ പാർട്ടി പുറത്താക്കുന്നത്? അതിന്റെ കാരണം പറയാനുള്ള പേടി എന്താണ്? അതിൽ പ്രമോദ് മാത്രമല്ല ഉള്ളത് എന്ന ഭയം കൊണ്ടാണോ? അങ്ങനെ ഒരു ഭയമോ പേടിയോ ഉണ്ടെങ്കിൽ അയാളെ സംരക്ഷിച്ചാൽ പോരായിരുന്നു, അയാളെ പുറത്താക്കേണ്ട ആവശ്യമുണ്ടായിരുന്നു. അയാളിപ്പോൾ സ്വതന്ത്രനായിട്ടുള്ള വ്യക്തി, അയക്ക് വേണം എന്ത് കാര്യങ്ങൾ പറയാമല്ലോ. അയാളുടെ ഇന്ന് പത്രസമ്മേളനത്തിൽ ഈ പാർട്ടിക്കെതിരെ എന്തെങ്കിലും അയാൾ ആരോപണം ഉന്നയിച്ചിട്ടുണ്ടോ? അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് എന്നെ എന്തിനാണ് പുറത്താക്കിയിരിക്കുന്നത്, എൻ്റെ അമ്മയോട് എനിക്ക് മറുപടി പറയണം, ഞാൻ അഴിമതി കാണിച്ചിട്ടില്ല എന്ന്. അദ്ദേഹം അഴിമതി കാണിച്ചെന്നോ കാശ് വാങ്ങിച്ചെന്നോ ഈ പാർട്ടി ഇതുവരെ പറഞ്ഞിട്ടുമില്ല. പിന്നെ അദ്ദേഹം എന്തിനാണ് ഇങ്ങനെയുള്ള പുകമറ സൃഷ്ടിച്ചുകൊണ്ട് അദ്ദേഹം അവിടെ പോയി സമരത്തിലിരിക്കുകയും മിനിറ്റുകൾക്ക് ശേഷം അവസാനിപ്പിക്കുകയും ചെയ്തത്? അപ്പോൾ അത് വാർത്താ പ്രാധാന്യം കിട്ടാൻ വേണ്ടി മാത്രം. ഞാൻ ആദ്യം തുടക്കത്തിൽ പറഞ്ഞില്ല, ഏതാനും പേരുടെ പേരെ ഇവിടെ പറഞ്ഞിട്ടുള്ളൂ. അതിലൊക്കെ പ്രമുഖരായിട്ടുള്ള പല ആൾക്കാരുണ്ട്. ഇപ്പോൾ PV കുഞ്ഞക്കണ്ണൻ എന്ന് പറഞ്ഞ മുന്നൊരു ഇടതുപക്ഷ ജനാധിപത്യത്തിൻ്റെ കൺവീനർ ഉണ്ടായിരുന്നു. ഒരു കാലത്ത് കേരളത്തിലെ നിത്യേന വാർത്തകളിൽ പ്രാധാന്യം നേടിയിരിക്കുന്ന ഇടതുപക്ഷത്തിൻ്റെ ശബ്ദമായിരുന്നു. അദ്ദേഹത്തിനെയൊക്കെ പുറത്താക്കി. അദ്ദേഹം അവസാനം ഒരു പാനൂർ എന്ന് പറയുന്ന സ്ഥലത്തിനടുത്തൊരു ചെറിയ ഗ്രാമത്തിൽ ജീവിച്ച് അദ്ദേഹം ഭരണമടയുക ചെയ്തത്. അങ്ങനെ ഒരുപാട് പേരുണ്ട്. അത് എല്ലാ പാർട്ടിയിലും ഉണ്ട്. ഇപ്പം ഇടുക്കിയിലെ പെരുവന്താനം എന്ന് പറയുന്ന മണ്ഡലം കമ്മിറ്റി പ്രസിഡന്റിനെ പുറത്താക്കിയത് താൻ അറിഞ്ഞില്ല എന്ന് പറഞ്ഞ് ഇടുക്കി DCC പ്രസിഡന്റ് രാജിവെച്ചിരിക്കുന്നു. നേരിട്ട് അടിമാലിയിൽ കൊണ്ടുവന്ന് കേസുദാരന്റെ രാജിക്കത്ത് കൊടുത്തു. നിങ്ങൾ ആരെങ്കിലും ചർച്ച ചെയ്തോ? ഒരു ജില്ലാ മേധാവിയാണ് കോൺഗ്രസിന്റെ ജില്ലാ കമ്മിറ്റി പ്രസിഡന്റ്. അതേ അറിയാതെ കൊണ്ട് അദ്ദേഹത്തിന് കീഴിലുള്ള ഒരു മണ്ഡലം പ്രസിഡന്റിനെ പുറത്താക്കിയെന്ന് പറഞ്ഞുകൊണ്ട് KPCC പ്രസിഡന്റ് അവരൊരു വീട് ദാനം ചെയ്യുന്ന ചടങ്ങിൽ വന്നിട്ട് അത് പങ്കെടുക്കാതെ രാജിക്കത്ത് കൊടുത്ത് അദ്ദേഹം സ്ഥലം വിട്ടിരിക്കുക. അതൊന്നും നിങ്ങൾ ചർച്ചയാകുന്നില്ല. ഒരു ഏരിയ കമ്മിറ്റി മെമ്പറെ അദ്ദേഹത്തിന് പേരിലുള്ള അന്വേഷണം നടത്തി. കഴിഞ്ഞ 3 ദിവസം മുമ്പ് CPM ഒരു പ്രസ്താവനയല്ല മാധ്യമങ്ങളിലൂടെ പുറത്തുവിട്ടൊരു വാർത്തയുണ്ട്. ഇദ്ദേഹത്തിനെതിരെയുള്ള നടപടികൾ എന്താണെന്ന് അന്വേഷിക്കും, അതിനനുസരിച്ച് പാർട്ടി ഉചിതമായ രീതിയിലുള്ള നടപടി സ്വീകരിക്കും എന്ന് പറഞ്ഞു. മിനിഞ്ഞാന്ന് പിന്നെ അവിടെ ജില്ലാ ഏരിയ കമ്മിറ്റി കൂടി അവർ വിശദീകരണം ചോദിച്ചു. അദ്ദേഹം കഴിഞ്ഞ ദിവസം അവിടെ പോയി വിശദീകരണം കൊടുത്തു. ജില്ലാ കമ്മിറ്റി അത് അന്വേഷിച്ചു. അദ്ദേഹം അന്വേഷിച്ചപ്പോൾ അദ്ദേഹത്തിനെ പുറത്താക്കണമെന്ന് തോന്നി. ആ നിർദ്ദേശം ലോക്കൽ കമ്മിറ്റിക്ക് കൊടുത്തു. ലോക്കൽ കമ്മിറ്റി അത് ശരിയാണെന്ന് കണ്ടു. അദ്ദേഹത്തിന് വിശദീകരണം തൃപ്തികരമായില്ല. സ്വാഭാവികമായ ഒരു നടപടിക്രമം എന്നുള്ളത് പുറത്താക്കി. എന്ത് അത്ഭുതം അതിനകത്തുള്ള അത്ഭുതത്തിന്റെ പ്രശ്നമല്ല. അല്ലല്ല, അതൊന്നുമല്ല. ഇപ്പൊ DCC പ്രസിഡന്റിനെ രാജി ചോദിച്ചാൽ നോക്കൂ, ഇവിടെ ഒരു ഭരണാധികാര പാർട്ടി ആ ഭരണാധികാരത്തിന്റെ സ്വാധീനം ഉപയോഗിച്ചുകൊണ്ട് ഞാൻ ചില അട്ടിമറികൾ നടത്തിത്തരാം എന്ന് വാഗ്ദാനം ചെയ്ത് 22 ലക്ഷം രൂപ കോഴ വാങ്ങി എന്ന് പറയുന്നതും ഭരണത്തിലില്ലാത്ത ഒരു പാർട്ടിയിൽ നടക്കുന്ന ആഭ്യന്തര രാഷ്ട്രീയ പ്രശ്നങ്ങൾ ഒരുപോലെയല്ല. നിങ്ങൾ റൂളിംഗ് പാർട്ടിയാണ്. അപ്പോൾ അതിനകത്ത് നടക്കുന്ന കാര്യങ്ങൾ വേറെ ഇമ്പോർട്ടൻസ് അതിനുണ്ട്. നോക്കൂ, ഇത് ഒരാൾ ഭരണത്തിൻ്റെ ആനുകൂല്യം ഉപയോഗിച്ചുകൊണ്ട് അഹിതമായി നേട്ടം സമ്പാദിക്കാം എന്ന് പറഞ്ഞ് പണം വാങ്ങിയ കേസാണ്. അതുതന്നെയാണ്, വേറൊന്നും അതിനകത്തില്ല. അപ്പം നിങ്ങളകത്ത് പാർട്ടി കോടതി കൂടി സെറ്റിൽ ചെയ്യാം എന്ന് വെച്ചാൽ പിന്നെ ജനങ്ങൾക്ക് എന്താണ് ഇതിനകത്ത് റോൾ? നിങ്ങൾ ആളുകളെ പരിഹസിക്കുകയാണോ? അഴിമതിക്കാരെ ഞങ്ങൾ ഡീൽ ചെയ്തോളാം, ഇവിടുത്തെ വിജിലൻസിനും പോലീസിനും ക്രൈംബ്രാഞ്ചിനും കൊടുക്കേണ്ട കാര്യമില്ല. അങ്ങനെ നിങ്ങൾ പാർട്ടി കോടതിയിൽ തീർത്താൽ പോരല്ലോ ഈ അഴിമതി കേസുകൾ? അതാണ് മൗലികമായ ചോദ്യം സുരജി. അല്ല, അത് യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി അത് ജില്ലാ പോലീസ് മേധാവിക്ക് ഇമെയിലിലൂടെ ഒരു പരാതി കൊടുത്തിട്ടുണ്ട്. സ്വാഭാവികമായിട്ട് അതിനുള്ള അന്വേഷണങ്ങൾ വരും. ആ അന്വേഷണത്തിലൂടെ കണ്ടെത്തട്ടെ ഇദ്ദേഹം പൈസ വാങ്ങിച്ചോ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു സാമ്പത്തിക ക്രമക്കേട് നടത്തുന്നുണ്ടോ എന്നുള്ളത് അത് പോലീസ് തീരുമാനം എടുക്കേണ്ടത്. അതിനെതിരെ വല്ല പരാതിയായിട്ട് CPM പോയിട്ടുണ്ടോ? CPM അതിനെതിരെ എന്തെങ്കിലും പ്രതികരിച്ചോ? അതെന്തൊരു ചോദ്യമാണ് ചോദിക്കുന്നത്. പാർട്ടി കോടതി അല്ലല്ലോ ഇവിടെ. പാർട്ടിക്ക് ആ പാർട്ടിയുടെ മെമ്പർമാർക്കെതിരെ നടപടി. ഞാനൊരു പാർട്ടി മെമ്പറാണ്. ഞാനൊരു പാർട്ടി പ്രവർത്തനം വിരുദ്ധമായ പ്രവർത്തനം നടത്തിയാൽ അതിന്റെ ഗ്രാവിറ്റി അനുസരിച്ച് താക്കീത് ചെയ്യാം, ശാസന നടത്താം, അവസാന അച്ചടക്ക നടപടിയായിട്ട് അതിനെ പുറത്താക്കാം. ഇത് സ്വാഭാവികമായിട്ട് നടക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ അതും ഈ പറയുന്ന പാർട്ടി കോടതി എന്നുള്ള ദുർവ്യാഖ്യാനമായിട്ട് എങ്ങനെ നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്നത്? അതിനോട് പരാതി കൊടുത്തിട്ടില്ല. ഇപ്പൊ എവിടെയാണ് ആ പരാതി? ആ പരാതിക്കാരൻ്റെ അടുത്ത് ഞാനൊരു ചർച്ച ചോദിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ തെളിവുണ്ട്, പക്ഷെ അതിന്റെ സത്യാവസ്ഥ ബോധ്യമില്ലാത്തതുകൊണ്ടാണ് ആ തെളിവ് പോലീസിനെ കൊടുക്കാതെന്ന് പറഞ്ഞു. ഇങ്ങനെ വിചിത്രമായ ആരോപണങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത് ഓരോ ദിവസം ഓരോന്ന്. അതിന് നിങ്ങളെങ്ങനെയാണ് ഈ പാർട്ടി കോടതി എന്നൊക്കെ പറഞ്ഞ് ദുർവ്യാഖ്യാനം ചെയ്യുന്നത്? അപ്പോൾ നിങ്ങളാണ് ഈ പാർട്ടീനെ ഇകഴ്ത്തി കാണിക്കാൻ, ആക്ഷേപിക്കാൻ നിങ്ങളെപ്പോലുള്ള മാധ്യമങ്ങളാണ് ശ്രമിക്കുന്നത്. ഇവിടെ ഇപ്പോൾ ഇതിന് യാതൊരു പ്രാധാന്യം. ഇന്ന് വൈകുന്നേരം മുതലേ അദ്ദേഹത്തിന് പുറകെ ഇങ്ങനെ മാധ്യമങ്ങൾ ക്യാമറയായിട്ട് നടപ്പുണ്ട്. അദ്ദേഹം പറഞ്ഞു എന്തൊക്കെയോ ബോംബ് പൊട്ടിക്കുന്നു പറഞ്ഞുകൊണ്ടാണ് പോയത്. അദ്ദേഹത്തിന്റെ വീട്ടിൽ നിന്ന് ആ ഒരു ആളുടെ വീട്ടിലേക്ക് പോയി കുറച്ചു നേരം നിന്നു. അദ്ദേഹം പ്രത്യേകിച്ച് ഒന്നും പറഞ്ഞില്ല. ഞാൻ പൈസ വാങ്ങിച്ചതിന് തെളിവില്ല, എൻ്റെ അമ്മയെ ബോധ്യപ്പെടുന്നു. അദ്ദേഹം ബോധ്യപ്പെടുത്തട്ടെ. സ്വന്തം മകൻ അമ്മയോട് പറയുവാണ് ഞാൻ പൈസ വാങ്ങിച്ചിട്ടെന്ന് പറയാം, തീരാവുന്ന വിഷയമല്ലേ ഉള്ളൂ.
അതിന് സ്വന്തം അമ്മയെ വേറൊരു തെളിവോടുകൂടി ബോധ്യപ്പെടുത്തണോ? ഞാനൊരു തെറ്റ് ചെയ്തില്ലെന്ന് എൻ്റെ അമ്മയോട് പറഞ്ഞാൽ എൻ്റെ അമ്മ അത് വിശ്വസിക്കും. അതാ മാതൃബന്ധം എന്ന് പറയുന്നത്. ഇനി അദ്ദേഹം അല്ല, ഇത് പ്രമോദ് കോട്ട്ലിയുടെ അമ്മയുടെ വിശ്വാസവുമായി ബന്ധപ്പെട്ട കാര്യമല്ല. ഉമ്മൻചാണ്ടിയുടെ മനസാക്ഷി കോടതി എന്ന് പറഞ്ഞ പോലെ ഇത് ആളുകൾക്ക് അറിയേണ്ട കാര്യമാണ്. കാരണം ഈ സർക്കാരിന്റെ കീഴിൽ അഴിമതി നടക്കുന്നുണ്ടോ എന്നാണ് ചോദ്യം. മറ്റതൊക്കെ അവരുടെ വ്യക്തിപരമായ വൈകാരിക പ്രശ്നമാണ്. ഞാൻ ചോദിക്കുന്നത്, പ്രമോദ് കോട്ട്ലി ഏതെങ്കിലും തരത്തിലുള്ള അഴിമതി കാണിച്ചു എന്ന് നിങ്ങൾ സമ്മതിക്കുന്നില്ല. നമ്മുടെ മുമ്പിലുള്ള പ്രശ്നം എന്താണ്? പ്രമോദ് കോട്ട്ലി 22 ലക്ഷം രൂപ ഡോക്ടർ ദമ്പതിമാരുടെ കയ്യിൽ നിന്ന് വാങ്ങി PSC വഴി നിയമനം വാങ്ങിക്കൊടുക്കാം, റാങ്ക് ലിസ്റ്റിൽ തിരിമറി കാണിക്കാം എന്ന് വാഗ്ദാനം ചെയ്തു. മുഹമ്മദ് റിയാസ് വഴി ചെയ്തു കൊടുക്കാമെന്ന് അവരെ അറിയിച്ചു. സച്ചിൻ ദേവിന്റെ പേര് പറഞ്ഞു. അത് ഓഡിയോ ക്ലിപ്പ് അടക്കമുള്ള സംഗതികൾ പരാതിയായിട്ട് വന്നു. ജില്ലാ കമ്മിറ്റി ഉഴപ്പി. സംസ്ഥാന കമ്മിറ്റി ഇപ്പോൾ ജില്ലാ കമ്മിറ്റിയോട് അതൃപ്തി അറിയിച്ചിരിക്കുന്നു. ആ പരാതിയോടെ വന്നിട്ടും ഒരു സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം ഇനീഷ്യേറ്റീവ് എടുത്തിട്ടും നിങ്ങളത് പരിഗണിച്ചില്ല എന്ന് വന്നു. എന്ന് വെച്ചാൽ തുടക്കം മുതൽ തന്നെ ഇത് പാർട്ടി ഉഴപ്പുന്നുണ്ട്. ഉഴപ്പിയത് ഇപ്പോൾ അവസാനം സംസ്ഥാന സെക്രട്ടേറിയറ്റ് വഴി മുഹമ്മദ് റിയാസ് ഇടപെട്ടിട്ടാണ് നടപടി ഉണ്ടാവുന്നത്. ഇതാണ് ഇതിനകത്ത് സംഗതി എന്നിരിക്കെ ഇത് ഉണ്ടായിട്ടില്ല എന്ന് നിങ്ങൾ പറയുകയും നടപടിയെടുക്കുകയും ചെയ്യുകയാണ്. അപ്പോൾ ഒരു പബ്ലിക് ഓഡിറ്റിന് വിധേയമാകേണ്ട ഉത്തരവാദിത്തമുള്ള പാർട്ടിയാണല്ലോ നിങ്ങൾ CPIM എന്ന പാർട്ടി. അത് ഭരിക്കുന്ന പാർട്ടിയാണല്ലോ. ജനങ്ങളിൽ നിന്ന് സംഭാവന വാങ്ങി പ്രവർത്തിക്കുന്ന പാർട്ടിയാണല്ലോ. ആ പാർട്ടി ജനങ്ങളെ പരിഹസിക്കുകയാണ്. ഇതൊന്നും ജനങ്ങൾക്ക് മനസ്സിലാവില്ല. ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ചില ഗിമ്മിക്ക് കാണിച്ചാൽ ജനം ഈ പ്രസ്താവന വിഴുങ്ങി അങ്ങ് ആശ്വസിച്ചോളും എന്നാണോ നിങ്ങൾ വിചാരിക്കുന്നത്? നിഷാദെ, വിചാരണയും പിന്നെ വിധികൽപ്പീരും ഒക്കെ നിങ്ങളങ്ങ് നടത്തിയാൽ പിന്നെ നമ്മൾ ചർച്ചയ്ക്ക് ഇത് എന്ത് പ്രസക്തിയാണുള്ളത്? നിങ്ങളോട് ആരാ ഈ പറഞ്ഞ കാര്യങ്ങൾ? നിങ്ങൾ അന്തരീക്ഷത്തിൽ കുറേ മാധ്യമങ്ങൾ ഇങ്ങനെ ചവയ്ക്കുന്നു. ബഹുമാനപ്പെട്ട മുഹമ്മദ് റിയാസിന്റെ പേര് പോലും ഇവിടെ കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് ദുർവ്യാഖ്യാനം ചെയ്യുന്നു. അദ്ദേഹം പരസ്യമായിട്ട് പറഞ്ഞതിന് മറുപടി എന്താണെന്നറിയോ? ഞാൻ പാർട്ടിയിൽ പരാതി നൽകുന്നുള്ള വാക്കല്ല അദ്ദേഹം പറഞ്ഞത്, നിയമ നടപടി സ്വീകരിക്കുന്ന പറഞ്ഞത്. പാർട്ടി പറയാന്നുള്ളത് ഞങ്ങളുടെ പാർട്ടിയുടെ ചട്ടക്കൂടെ, അത് അതിൻ്റെതായ രീതിയിൽ നടന്നോളും. നിയമ നടപടി സ്വീകരിക്കുമെന്ന് പറഞ്ഞു. അതാണ് അദ്ദേഹം പറഞ്ഞത്. അല്ലാണ്ട് ഞാൻ പാർട്ടിക്ക് പരാതി കൊടുക്കുമെന്നല്ല പറഞ്ഞത്. പാർട്ടിക്ക് സ്വാഭാവികമായിട്ട് അദ്ദേഹം പരാതി കൊടുക്കും. അതിപ്പം നിഷാദിനെ കുറിച്ചിട്ട് പരാതി എനിക്കുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മാനേജ്മെന്റിനല്ലേ ഞാൻ പരാതി കൊടുക്കേണ്ടത്? അല്ലാണ്ട് ഞാൻ ഇവിടെ കോൺഗ്രസിന്റെ DCC ഓഫീസിലാണ് കൊടുക്കേണ്ടത്? സ്വാഭാവികമല്ലേ? അപ്പം നിങ്ങളാണ് വിചാരണ നടത്തുന്നത്, വിധി പ്രഖ്യാപിക്കുന്നതും. അതെന്തൊരു ന്യായമാണ്? ഈ പറയുന്ന പുറത്താക്കപ്പെട്ട ഈ പറയുന്ന വിനോദ് കോട്ടൂളി പോലും ഈ പാർട്ടിക്കെതിരെ ഇന്ന് ശക്തമായ ഒരു ആരോപണം ഉന്നയിച്ചിട്ടില്ല. അദ്ദേഹത്തിന്റെ അമ്മയുണ്ട്, ബഹുമാനപ്പെട്ട അദ്ദേഹത്തിന്റെ അമ്മയും മകനും വേറൊരു സുഹൃത്തോടുകൂടി ഇരുന്നപ്പോൾ അദ്ദേഹം എന്താ പറഞ്ഞത്? ഞാൻ പൈസ മേടിച്ചില്ല എന്നുള്ളതിന് തെളിവ് എൻ്റെ അമ്മയെ ബോധ്യപ്പെടുത്തണം. അദ്ദേഹം കാശ് മേടിച്ചില്ല എന്ന് പാർട്ടിക്ക് എന്ത് ഉത്തരവാദിത്തം പറയാനുള്ളത്? പാർട്ടിയെ സംബന്ധിച്ചുള്ള പാർട്ടിയുടെ മുമ്പിൽ ഇങ്ങനെ ആരോപണം ഉണ്ടോ? ഉണ്ടെന്നുണ്ടെങ്കിൽ പാർട്ടി അതിന് വേണ്ടിയിട്ടുള്ള രാഷ്ട്രീയപരമായിട്ടുള്ള ഒരു പാർട്ടി എന്നുള്ളത് അന്വേഷണം നടത്തും, അല്ലെങ്കിൽ നിയമ നടപടി സ്വീകരിക്കും. ഇത് പാർട്ടിയുടെ മുമ്പിൽ ഇയാൾ പൈസ വാങ്ങിച്ചതായിട്ട് ഒരു തെളിവുമില്ല, അങ്ങനെ ഒരു ആരോപണമില്ല. ആ ഒരു ആരോപണകർത്താവ് പോലും ഇതിനകത്തില്ല, ഒരു തെളിവുമില്ല. അപ്പോൾ അത് അദ്ദേഹം തന്നെ പറയുന്നു. ഇത് രണ്ടും തമ്മിൽ എങ്ങനെയാണ് നിങ്ങൾ ബന്ധിപ്പിച്ച് ഈ പാർട്ടിനെ കുറ്റപ്പെടുത്തുന്നത്? വളരെ വിചിത്രമായ കാര്യങ്ങൾ. ഞാനിത് വാദത്തിന് വേണ്ടി പറയുന്നതല്ല, ഇത് ജനം കേട്ടുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളല്ലേ. അപ്പം അതുകൊണ്ടാണ് ഞാൻ ഇടുക്കി ജില്ലയിലെ DCC പ്രസിഡന്റ് ഉദാഹരണം പറഞ്ഞത്. നിങ്ങൾ അതൊന്നും വാർത്തയാക്കുന്നില്ല. എന്നാൽ അതിലും വലിയൊരു വാർത്ത ഇപ്പോൾ കേരളത്തിൽ നടക്കുന്നുണ്ടോ? നിങ്ങൾ ആരെങ്കിലും അത് ചർച്ചയ്ക്ക് എടുക്കുന്നുണ്ടോ? ഒരു IAS ഉദ്യോഗസ്ഥ തൻ്റെ മേലധികാരി കാര്യക്ഷമതയുള്ള ആളാണെന്ന് പറഞ്ഞു അവരുടെ ചുമതല നിറവേറ്റിയതിനെ അതൊരു കോൺഗ്രസ് മുൻ MLA സമരുദ്ധനായ ഒരു കോൺഗ്രസ് നേതാവിന്റെ മകന്റെ ഭാര്യയുമായ ആ IAS ഓഫീസറെ അതേ പാർട്ടിയുടെ സൈബർ വിങ് എത്ര മോശമായിട്ടാണ് ഇന്ന് ഈ സോഷ്യൽ മീഡിയയിൽ അവരെ ചിത്രീകരിക്കുന്നത്. നിങ്ങളൊക്കെ അതൊക്കെ ചർച്ച ചെയ്യപ്പെടേണ്ടതല്ലേ? നമ്മുടെ നാട്ടിൽ സ്വന്തം പാർട്ടിയുടെ നേതാവിന്റെ ഭാര്യയാണെങ്കിലും അവർക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞാൽ ആ ഒരാളെ സ്മരിച്ചില്ല, ബാലൻസ് ചെയ്ത് വേറൊരാളെ സ്മരിച്ചില്ലെന്ന്, അത് രാഷ്ട്രീയക്കാരുടെ ചുമതലയില്ല, അതൊരു IAS ഉദ്യോഗസ്ഥരുടെ ചുമതലയാണോ? ആനന്ദ് കൊച്ചുകുടിയും CPM ഇപ്പൊ ഈ വിഷയത്തിൽ പലതരത്തിൽ ഇപ്പോ CPMന്റെ ആഭ്യന്തര ഗ്രൂപ്പ് രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട പ്രശ്നമാണ് ഇത് എന്നൊക്കെയുള്ള ആരോപണം ഉയർന്നു വന്നിട്ട് കൂടി ആരാലും സംരക്ഷിക്കപ്പെട്ടിട്ടില്ല. ഈ പറയുന്ന പ്രമോദ് കോട്ട്ലി അയാൾക്കെതിരെ കർശനമായ നടപടി എടുക്കുന്നു, പ്രാഥമിക അംഗത്തിൽ നിന്ന് പുറത്താക്കുന്നു CPM. ഈ വിവാദത്തെ CPM ഹാൻഡിൽ ചെയ്തതിനെ താങ്കൾ എങ്ങനെയാണ് കാണുന്നത്? അല്ല നിഷാദ്, കുറേ ദിവസമായിട്ട് ഇപ്പോൾ ഒരാഴ്ചയിൽ കൂടുതലായിട്ട് ഈ വിവാദം പുറത്തു വന്നതിന് ശേഷം CPM ഇപ്പോഴാണ് നടപടിയെടുക്കുന്നത്. ഇത്രയും ദിവസം CPM പറഞ്ഞുകൊണ്ടിരുന്നത് എന്താണ്? ഇങ്ങനെ ഒരു സംഭവമേ ഇല്ല, ഇത് മാധ്യമങ്ങളുടെ സൃഷ്ടിയാണ്, ഭാവനയാണ്, നിങ്ങൾ വായുവിൽ നിന്ന് കൊണ്ടുവന്ന വാർത്തയാണ് എന്നൊക്കെയാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. ഇന്നിപ്പോൾ ഈ പ്രദീപ് കോട്ടൂളി എന്ന ഏരിയ കമ്മിറ്റി അംഗത്തെ, കോഴിക്കോട് ടൗൺ ഏരിയ കമ്മിറ്റി അംഗത്തെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയതായിട്ട് പ്രഖ്യാപിക്കുന്നു. അപ്പോഴും മോഹനൻ മാഷ് ജില്ലാ സെക്രട്ടറി വന്നിട്ട് പറയുന്നു ഇത് ഇന്ന കാരണം കൊണ്ടല്ല, ഇദ്ദേഹത്തിന് എന്തോ റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സുകാരുമായിട്ടുള്ള ബന്ധം കാരണമാണ് പുറത്താക്കുന്നതെന്ന് അങ്ങനെ ഒരു വിചിത്രമായ ന്യായമാണ് പറയുന്നത്. അത് CPM എന്ന പാർട്ടി ഇവിടെ സാമാന്യ ജനത്തെ വിഡ്ഢികളാക്കുന്ന ഒരു കാര്യം, അതിൻ്റെ ഒരു
ഏറ്റവും പുതിയ ഉദാഹരണമാണിത്. ഇവർക്ക് ഈ പണ്ട് MC ജോസഫൈനാണല്ലോ പറഞ്ഞത്, അവര് ഒരു കാലത്ത് കോൺഗ്രസിൽ നിന്ന് അല്ലെങ്കിൽ പരിവർത്തനവാദി കോൺഗ്രസിൽ നിന്ന് CPM-ൽ പിന്നീട് എത്തിയ ഒരു നേതാവാണ്. അവരുടെ ഈ മധ്യ കേരളത്തിലൊക്കെ ഇങ്ങനെ ഈ പാർട്ടിക്ക് കോടതിയുണ്ട്, പാർട്ടിക്ക് പോലീസുണ്ട് എന്നൊക്കെ പറഞ്ഞാൽ സാധാരണ ഇവിടുത്തെ മധ്യ കേരളത്തിലൊക്കെ ഇരിക്കുന്ന ആൾക്കാർക്ക് അത് കേൾക്കുമ്പോൾ വളരെ അത്ഭുതമാണ്. എനിക്കൊന്ന് മലബാറിൽ പോലും ആൾക്കാർക്ക് അത് ഉൾക്കൊള്ളാൻ ബുദ്ധിമുട്ടായിരിക്കും. ഈ പാർട്ടിക്ക് കോടതിയുണ്ട്, പോലീസുണ്ട്. ഇപ്പോൾ അത് തന്നെയല്ലേ നടക്കുന്നത്. പാർട്ടി വിചാരണ ചെയ്യുന്നു, പാർട്ടി പുറത്താക്കുന്നു. ഇപ്പോഴും അറിയില്ല എന്തുകൊണ്ട് പ്രദീപ് കോട്ടൂളിയെ പുറത്താക്കിയതെന്ന്. പക്ഷേ ഒരു കാര്യം നമുക്കറിയാം, ഇന്ന് പ്രദീപ് കോട്ടൂളി അവിടെ പോയി ഈ ഡോക്ടറുടെ ഭർത്താവ്, ആ പേരിന്നാണ് പുറത്തു വരുന്നത്, ശ്രീജിത്ത് എന്ന ആളുടെ വീടിന് മുന്നിൽ പോയി സത്യാഗ്രഹം ഇരിക്കുന്നു. അതിനുശേഷം അദ്ദേഹത്തിന് ഫോൺ കോൾ വരുന്നു. ആ ഫോൺ കോൾ ഭീഷണിയും അവിടെ കുറച്ച് CPM-ന്റെ ലോക്കൽ നേതാക്കളും പോലീസും ഒക്കെ എത്തുമ്പോൾ അദ്ദേഹം അവിടെ നിന്ന് സമരം നിർത്തി അങ്ങോട്ട് പോവുകയാണ്. ഭീഷണിപ്പെടുത്തി എന്ന് നമുക്ക് ഊഹിക്കാം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും വാഗ്ദാനങ്ങൾ കൊടുത്തതായിട്ട് നമുക്ക് മനസ്സിലാക്കാം. സാധാരണ CPM-ൽ എങ്ങനെയാണ് 6 മാസം കഴിയുമ്പോൾ തിരിച്ചെടുക്കും. അതിപ്പോൾ P ശശിയാണെങ്കിലും PK ശശിയാണെങ്കിലും വേറെ ഏത് ശശിമാരാണെങ്കിലും അല്ലെങ്കിൽ വേറെ ഏത് തരത്തിലുള്ള നേതാക്കന്മാരാണെങ്കിലും അവർക്ക് ഇതുപോലെ ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാനായിട്ടുള്ള പുറത്താക്കലാണെങ്കിൽ 6 മാസം 1 വർഷം ഗോപി കോട്ടമുറിക്കൽ പോലെ ഒത്തിരി ഉദാഹരണങ്ങളുണ്ട്. അല്ലെങ്കിൽ പിന്നെ ഈ നേരത്തെ ഇവിടെ പറഞ്ഞതുപോലെ MV രാഘവൻ, ഗൗരിയമ്മ, ഇതുപോലെയുള്ള നേതാക്കൾ. പിന്നെ PV കുഞ്ഞിക്കണ്ണൻ്റെ കാര്യം പറഞ്ഞു. PV കുഞ്ഞിക്കണ്ണൻ ഈ MV രാഘവന്റെ ബദൽ രേഖയുടെ ഒരു പ്രൊപ്പോണന്റ് ആയിരുന്നു, അദ്ദേഹത്തിന്റെ പിന്തുണച്ചിരുന്ന ആളായിരുന്നു. പക്ഷെ PV കുഞ്ഞിക്കണ്ണൻ CMP-യിലേക്ക് പോവുകയോ അല്ലെങ്കിൽ MV രാഘവന്റെ അത്രയും ചങ്കുറപ്പോ ധൈര്യമോ ഇല്ലാത്തത് കൊണ്ട് CPM-കാർ വെട്ടിക്കൊല്ലുമെന്ന് ഭയന്ന് അദ്ദേഹം രാഷ്ട്രീയ പ്രവർത്തനം നിർത്തി. അത്രയേ ഉള്ളൂ. അങ്ങനെ നിർത്തിയ ഒത്തിരി ആൾക്കാരും ഉണ്ട്. അല്ലെങ്കിൽ ചാത്തുണ്ണി മാഷിനെ പോലെ അഴിമതി ആരോപണം ഉന്നയിച്ച് പുറത്താക്കി. ഇതെല്ലാം കോഴിക്കോടൊക്കെയുള്ള നേതാക്കന്മാരാണ്, വലിയ നേതാക്കന്മാരായിരുന്ന ആൾക്കാരാണ് ഈ ചാത്തുണ്ണി മാഷും PV കുഞ്ഞിക്കണ്ണനും ഒക്കെ. ഈ കോട്ടൂളി എന്ന് പറയുന്നത് ഒരു ചെറിയ മീനാണ്. പക്ഷേ അദ്ദേഹത്തെ പുറത്താക്കിയതുകൊണ്ട് പ്രശ്നം തീരുമോ? ഇവിടെ ഈ 22 ലക്ഷം അല്ലെങ്കിൽ 20 ലക്ഷം, ചിലർ പറയുന്നു 25 ലക്ഷം, ഈ 20 ലക്ഷം അല്ലെങ്കിൽ 22 ലക്ഷം ആർക്കാണ് കിട്ടിയത്? അത് അതിന്റെ പങ്ക് പറ്റിയത് ആരൊക്കെയാണ്? ഇന്ന് ഈ പ്രദീപ് കോട്ടൂളി അദ്ദേഹത്തിന് അമ്മയെ കൊണ്ടുവന്ന് ഇതുപോലെ ഒരു സ്റ്റണ്ട് നടത്തുമ്പോൾ ആ പണം അദ്ദേഹം കൈപ്പറ്റിയിട്ടുണ്ടെങ്കിൽ തന്നെ അതിന്റെ പങ്ക് ആരൊക്കെ വഹിച്ചിട്ടുണ്ട്, CPM-ന്റെ ഏതൊക്കെ ഉന്നത നേതാക്കൾക്ക് അതിന്റെ ഷെയർ കിട്ടിയിട്ടുണ്ട് എന്നുള്ള ഒരു കാര്യം അദ്ദേഹം ഈ ചർച്ചയിലുണ്ടെങ്കിൽ അദ്ദേഹം വെളിപ്പെടുത്തണം. അല്ലെങ്കിൽ ഈ കാര്യത്തിൽ CPM-ന് ഉത്തരം പറയേണ്ടി വരും. കാരണം അല്ലെങ്കിൽ അത് അങ്ങനെ ഒരു കാര്യമില്ലെങ്കിൽ അദ്ദേഹം ഈ കേസ് സമ്മതിക്കുന്നതേയില്ല. ഈ കേസ് CPM സമ്മതിക്കുന്നതേയില്ല എന്നാണ് അതിലെ വൈരുദ്ധ്യം. ഞാനൊന്ന് പറയാം. CK ഷാക്കിർ ലീഗ് നേതാവ് ഷാക്കിർ, ഇതിനകത്ത് നോക്കൂ, CPM ആരെയും സംരക്ഷിക്കുന്നില്ല, കർശനമായ നടപടി എടുത്തു പോകുന്നു എന്നാണ് CPM ഇതിനോട് നൽകാൻ ശ്രമിക്കുന്ന സന്ദേശം എന്ന് തോന്നുന്നു. നിങ്ങൾക്ക് എന്താണ്, നിങ്ങളുടെ കമന്റ് എന്താണ്? അല്ല, ഇത് CPM-ന്റെ ഒരു പതിവ് രീതിയാണ്. കുറ്റവാളികളെ സംരക്ഷിക്കാനുള്ള CPM-ന്റെ കുറ്റകൃത്യത്തെ സംരക്ഷിക്കാനും കൂടിയുള്ള ഒരു അടവാണ്. സത്യത്തിൽ PSC എന്നുള്ളത് ഭരണഘടനാ സ്ഥാപനമാണ്. ആ ഭരണഘടനാ സ്ഥാപനത്തിൽ പിണറായി വിജയൻ്റെ സർക്കാർ അധികാരത്തിൽ വന്ന കാലം മുതൽ നടന്നിട്ടുള്ള ഇതേപോലെയുള്ള നിരവധി നിയമവിരുദ്ധ കാര്യങ്ങളുണ്ട്. അത് ഈ പ്രമോദ് കോട്ടൂളിയുടെ കാര്യം കൊണ്ട് മാത്രമല്ല, തൊട്ട് ഏതാണ്ട് മാസങ്ങൾക്ക് മുമ്പാണ് INL-ന്റെ വിഭാഗീയതയുടെ ഫലമായി ചില PSC അംഗത്തിന് നിയമനത്തിന് വേണ്ടി 40 ലക്ഷം രൂപ കൈക്കൂലി വാങ്ങി എന്ന് പറഞ്ഞ് ആരോപണം വന്നത്. അതുപോലെ തന്നെ JDS-ന്റെ ഭാഗത്ത് നിന്ന് ആരോപണം ഉണ്ടായി അതിൻ്റെ പ്രതിനിധിയുമായി ബന്ധപ്പെട്ട്. അതിനിപ്പുറത്ത് മറ്റ് NCP-യുടെ പ്രതിനിധിയുമായി ബന്ധപ്പെട്ട് PSC അംഗത്തിൻ്റെ കൈക്കൂലിയുമായി ആരോപണങ്ങളുണ്ടായി. അതിനു മുന്നേ നമ്മൾ ഈ ശ്രീ റെജി ലൂക്കോസ് പറയുന്നത് പോലെ അടഞ്ഞ അധ്യായമാണ്, എന്തിനാ ചർച്ചക്കെടുത്ത് ചോദിക്കേണ്ടതല്ല. ഇത് കേരളത്തിലെ ലക്ഷക്കണക്കിന് ജനങ്ങളെ ബാധിക്കുന്ന, തൊഴിലില്ലാത്ത ചെറുപ്പക്കാരെ ബാധിക്കുന്ന ഗുരുതരമായ പ്രശ്നമാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഓർമ്മയുണ്ടാകും, തിരുവനന്തപുരത്തെ യൂണിവേഴ്സിറ്റി കോളേജിലെ 2 ക്രിമിനലുകൾ SFIയുടെ പ്രസിഡന്റും സെക്രട്ടറിയും അവിടുത്തെ കുത്തുകേസ് പ്രതികളായി പോലീസ് ചോദ്യം ചെയ്തതിനിടയ്ക്ക് കട്ടിലിനടിയിൽ നിന്ന് ഉത്തരപേപ്പർ ലഭിക്കുകയും അവർ പോലീസ് ആംഡ് ബറ്റാലിയൻ പരീക്ഷയിൽ PSC-യിൽ നിയമനം റാങ്ക് ലിസ്റ്റിൽ 1ാം റാങ്കും 28ാം റാങ്കും വരികയും ചെയ്ത് നമ്മൾ അറിഞ്ഞതല്ലേ? അതെങ്ങനെയാണ് കണ്ടുപിടിച്ചത്? അതിൻ്റെ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് റെജി ലൂക്കോസ് മറുപടി പറയുന്നത്, ആ കേസിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ്? നിങ്ങളിങ്ങനെ ഓരോ കേസും വരുമ്പോൾ പാർട്ടി കോടതി തീരുമാനങ്ങളെടുത്ത് അത് മൂടി വെച്ച് ജനങ്ങൾ ചർച്ച ചെയ്യേണ്ട, മാധ്യമങ്ങൾ ചർച്ച ചെയ്യേണ്ട എന്ന് പറഞ്ഞാൽ അത് CPM-ന്റെ പാർട്ടി ഓഫീസിലെ കാര്യമല്ല. ഇത് കേരളത്തിലെ ജനങ്ങളുടെ മൊത്തത്തിലുള്ള ഒരു പൊതുവായ വിഷയമാണ്. അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ ഞങ്ങളുടെ സംസ്ഥാന യൂത്ത് ലീഗിൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി PK ഫിറോസ് കഴിഞ്ഞ ദിവസം കൃത്യമായി പറഞ്ഞിട്ടുണ്ട്.
കോഴിക്കോട്ട് കേന്ദ്രീകരിച്ച് മുഹമ്മദ് റിയാസിന്റെ നേതൃത്വത്തിൽ ഒരു മിനി ക്യാബിനറ്റ് പ്രവർത്തിക്കുന്നുണ്ട്. ആ മിനി ക്യാബിനറ്റിന്റെ പ്രവർത്തനത്തിന്റെ ഭാഗമായി ഇവിടുത്തെ പല സംഗതികളെയും അന്വേഷണ വിധേയമാക്കേണ്ടതുണ്ട്. ഏതെങ്കിലും ഒരു ഏരിയ കമ്മിറ്റി അംഗത്തെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കി അതങ്ങോട്ട് മൂടി വെക്കണമെന്ന് പറഞ്ഞാൽ അത് അംഗീകരിച്ച് തരുന്ന വിഷയമല്ല. ഈ കാര്യത്തിൽ ശക്തമായ സമരവുമായി മുന്നോട്ട് പോകാൻ മുസ്ലിം യൂത്ത് ലീഗ് തീരുമാനിച്ചിട്ടുണ്ട്. റെജി ലൂക്കോസ് കേൾക്കൂ, അതായത് നിങ്ങൾ പറയുന്നു ഇങ്ങനൊരു സംഭവം ഇല്ല, PSC നിയമനവുമായി ബന്ധപ്പെട്ട അഴിമതി ആരോപണമോ അന്വേഷണമോ നടപടിയോ ഒന്നുമില്ല എന്നാണ്. പക്ഷേ ഇന്ന് പ്രമോദ് കോട്ടുള്ളി ഈ നടപടി നേരിട്ട ശേഷം ചെയ്യുന്ന കാര്യങ്ങൾ മുഴുവൻ ഇതുമായി ബന്ധപ്പെട്ടതാണ്. എനിക്കെതിരെ പരാതി ഉന്നയിച്ച ആൾ ആർക്ക് പണം എപ്പോൾ കൊടുത്തു എന്ന് പറയണമെന്ന്. പാർട്ടി അങ്ങനൊരു സംഭവമേ ഇല്ല എന്ന് പറയുമ്പോൾ പാർട്ടിയിൽ നിന്ന് പുറത്താക്കപ്പെടും മുൻപ് തന്നെ പാർട്ടിക്കാരനായ പ്രമോദ് ഈ ചെക്ക് കേസിൻ്റെ അല്ലെങ്കിൽ അഴിമതി കേസിൻ്റെ വിശദാംശങ്ങൾ തേടി തെരുവിലിറങ്ങി നിൽക്കുകയാണ്. ഈ വൈരുദ്ധ്യം വിശദീകരിക്കാൻ നിങ്ങൾക്ക് പറ്റുമോ? അല്ലെങ്കിൽ നിങ്ങൾ അങ്ങനെ ഒരു സംഗതി ഇല്ല എന്ന് പറയുകയും പ്രമോദ് അതിൻ്റെ വിശദാംശങ്ങൾ തേടുകയും ചെയ്താൽ പരിഹാസ്യമായി പോവല്ലേ നിങ്ങൾ ചെയ്യുന്നത് സത്യത്തിൽ സുരജി? ഇദ്ദേഹം സംസാരിച്ച 10 മിനിറ്റ് സമയത്തിൽ അദ്ദേഹം തന്നെ വൈരുദ്ധ്യമാണ് പറഞ്ഞിട്ടുള്ളത്. അദ്ദേഹം പറയുന്നു അമ്മയെ ബോധ്യപ്പെടുത്താനാണ്. അമ്മയെ ബോധ്യപ്പെടുത്താനുള്ള കാര്യത്തിന് പത്രസമ്മേളനം വിളിച്ച് കോഴിക്കോട് ജില്ലാ CPM സെക്രട്ടറി ഒരു പാർട്ടിയുടെ ഏരിയ കമ്മിറ്റി അംഗത്തെ പുറത്താക്കേണ്ട കാര്യമുണ്ടോ? അതെന്നാ അമ്മയെ ഒരു സ്വകാര്യമായി ബോധ്യപ്പെടുത്തിയാൽ പോരെ? ശരി. അപ്പൊ ഈ വൈരുദ്ധ്യങ്ങൾ അദ്ദേഹത്തിന്റെ സംസാരത്തിലുണ്ട്. ശരി, അല്ല സുരജി, ഞാൻ ചോദിക്കുന്നത് അതാണ്. നിങ്ങൾ പറഞ്ഞത് ഈ സംഭവം ഇല്ല എന്നാണ്. പ്രമോദ് ആവട്ടെ ഈ സംഭവത്തിന്റെ പേരിലാണ് എനിക്ക് പണി വരുന്നതെന്ന് മനസ്സിലാക്കിയിട്ട് ഈ പരാതിപ്പെട്ടയാൾ ഇപ്പോൾ ഒരു പരാതിക്കാരനുണ്ടായിരിക്കുന്നു. ഈ പരാതിക്കാരൻ എനിക്കെതിരെ പരാതി പറയാനുണ്ടായ സാഹചര്യം എന്താണ്, പൈസ കൊടുത്തെങ്കിൽ ആർക്കാണ് എന്നൊക്കെ വെളിപ്പെടുത്തണമെന്ന് ആവശ്യപ്പിച്ച് അയാളുടെ വീട്ടിൽ പോയിരിക്കുന്ന സമയത്ത് നടപടി വന്നിട്ടില്ല എന്ന് ഓർക്കണം. അല്ല നിഷാദ്, ഈ ചോദ്യം തന്നെ വൈരുദ്ധ്യമല്ലേ? കാരണം പാർട്ടിയുടെ മുമ്പിൽ ഇങ്ങനെ ഒരു ആരോപണം ഇല്ല, അല്ലെങ്കിൽ ആരോപണം ഇങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ അന്വേഷിക്കണമെങ്കിൽ നിയമ നടപടി പാർട്ടി സ്വീകരിക്കണമെന്നുണ്ടെങ്കിൽ ആരെങ്കിലും പരാതി തരണം. ഒരു പരാതിക്കാരൻ പോലും ഇല്ല. നിങ്ങൾക്ക് ചൂണ്ടിക്കാണിക്കാൻ പറ്റുമോ ഒരു പരാതി? ഇതിനെ ഈ വിഷയത്തിൽ ഒരു പരാതിക്കാരനെ നിങ്ങൾക്ക് ചൂണ്ടിക്കാണിക്കാൻ പറ്റുമോ? അപ്പൊ ഇത് അന്തരീക്ഷത്തിലുള്ള ചോദ്യമാണ്. എന്തുകൊണ്ടാണ് അദ്ദേഹം ഈ കാര്യങ്ങൾ ചോദിക്കുന്നത്? അത് അതിനുള്ള മറുപടി അദ്ദേഹം തരണം. യൂത്ത് കോൺഗ്രസ്, അതാ ഞാൻ പറഞ്ഞു, കോൺഗ്രസിന്റെ പരാതിക്കാരനുണ്ടെന്നും ആ പരാതിക്കാരൻ ഉന്നയിച്ച പരാതിയുടെ വാസ്തവം വിശദീകരിക്കണമെന്ന് ആവശ്യപ്പെടുന്നത് പ്രമോദാണ്. പ്രമോദ് പാർട്ടിയിൽ നിന്ന് പുറത്താക്കപ്പെടും മുമ്പ് തന്നെ ഈ പറയുന്ന കക്ഷിയുടെ വീട്ടിലേക്ക് പോകാൻ ഇറങ്ങി തിരിച്ചു കഴിഞ്ഞിരിക്കുന്നു. അല്ല, അത് തന്നെയാണ് ഞാനും പറഞ്ഞത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അത് തെളിയിക്കേണ്ട ബാധ്യത പ്രമോദനല്ലേ? CPM-ന് മുമ്പിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു മാധ്യമത്തിന് ഇങ്ങനെ ഒരു ആരോപണം ഉന്നയിച്ചൊരു വ്യക്തിനെ കാണിക്കാൻ പറ്റുമോ? വേണ്ട, ആ ആരോപണത്തെ കുറിച്ച് ഒരു സൂചന തരാൻ പറ്റും. ആരാണ് ആരോപണം ഉന്നയിച്ചത്? ഏതെങ്കിലും ഒരു സംവിധാനത്തിന് ആരോപണം അല്ലെ പരാതി കൊടുത്തിട്ടുണ്ടോ? ആരോപണകർത്താവ് പോലും ഇപ്പൊ അദ്ദേഹത്തിന്റെ അമ്മയെ, ബഹുമാനപ്പെട്ട അമ്മയെ ബോധ്യപ്പെടുത്തണമെന്ന് പറഞ്ഞുകൊണ്ട് ഈ പറയുന്ന വ്യക്തിയുടെ, അദ്ദേഹം ആരോപിക്കുന്ന വ്യക്തിയുടെ കാർത്തിക്കോ സംതിങ് ലൈക്ക് ദാറ്റ്, അദ്ദേഹത്തിന്റെ വീട്ടിൽ പോയി ഞാൻ സത്യാവസ്ഥ പോയി എന്ന് പറഞ്ഞു. അദ്ദേഹം കേവലം മിനിറ്റുകൾ കഴിഞ്ഞപ്പോൾ മാധ്യമ പട തന്നെ ഫ്രണ്ടിലുണ്ട്, അദ്ദേഹം തിരിച്ചുപോയി. അപ്പൊ അതിൽ നിന്ന് നമ്മൾ എന്താ മനസ്സിലാക്കേണ്ടത്? അദ്ദേഹത്തിനെ പുറത്താക്കിയിൽ നിന്നും അദ്ദേഹം നിരപരാധിയാണെന്ന് തെളിയിക്കാനായിട്ടുള്ള ഒരു നാടകം എന്നോട് അരങ്ങേറിയത്. അതല്ലേ നിങ്ങളുടെ റിപ്പോർട്ടറുടെ റിപ്പോർട്ട്? ഞാൻ ചോദിക്കുന്നത് എന്തിനാണ് നിരപരാധിയാണെന്ന് തെളിയിക്കുന്നത്? റെജി, അദ്ദേഹത്തെ പുറത്താക്കിയത് നിങ്ങൾ വേറെന്തോ കാര്യത്തിനല്ലേ? വേറെന്തോ ചെറിയ അച്ചടക്ക ലംഘനത്തിനല്ലേ? ഇതിനല്ലല്ലോ. പിന്നെ എന്തിനാ അദ്ദേഹം ഇവിടെ പ്രൂവ് ചെയ്യാൻ കിടന്ന് മെനക്കെടുന്നത്? എന്തിനാണ്? നിങ്ങൾക്കൊരു പ്രശ്നമല്ല ഇത്. പിന്നെ എന്തിനാണ് പ്രമോദ് ഒരു കാര്യമില്ലാതെ ഈ പറയുന്ന അഴിമതി കേസിനകത്ത് താൻ നിരപരാധിയാണെന്ന് പ്രൂവ് ചെയ്യാൻ എന്തിനാണ് ഈ എക്സസൈസ് നടത്തുന്നത്? അയാൾക്ക് കുറച്ചു കാലം CPM പ്രവർത്തിച്ച് രാഷ്ട്രീയ പരിചയമുള്ള ആളല്ലേ, എന്ത് ചെയ്യണമെന്ന് അറിയാലോ. വളരെ വ്യക്തമായിട്ട് ഞാൻ പറയട്ടെ, അങ്ങ് എത്രയോ നാടകങ്ങൾ ഈ പാർട്ടിക്ക് വേണ്ടി കേരളത്തിൽ ഡെയിലി അരങ്ങേറിക്കൊണ്ടിരിക്കുന്നു. ഏതെങ്കിലും ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് തെളിവ് സഹിതം എന്തെങ്കിലും ഒരു തെളിവ് കൊണ്ടുവരാൻ സാധിച്ചിട്ടുണ്ടോ? ഏതെല്ലാം കാര്യങ്ങൾ, എന്തെല്ലാം നമ്മുടെ ഒരു 10 ഉദാഹരണം 10-15 ദിവസത്തിനുള്ളിൽ ഇവിടെ നടന്ന് കാണിക്കാം. ഓരോ ദിവസം ഓരോന്ന് കൊണ്ടുവരും, പിറ്റേ ദിവസം അദ്ദേഹം മറയ്ക്കും, അടുത്ത ദിവസം വേറൊന്ന് കൊണ്ടുവരും, അവിടെ മറയ്ക്കും. ഞാൻ പറഞ്ഞല്ലോ, അദ്ദേഹം ഇങ്ങനെ പൈസ വാങ്ങിച്ചോ അല്ലെങ്കിൽ അയാൾ ആർക്കെങ്കിലും കാശ് കൊടുത്തിട്ടുണ്ടെങ്കിൽ, അതായത് അയാൾ ഉദ്ദേശിക്കുന്ന ആള് കാശ് കൊടുത്തിട്ടുണ്ടെങ്കിൽ, യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി കോഴിക്കോട് സിറ്റി പോലീസ് കമ്മീഷണർക്ക് ഇമെയിലിലൂടെ ഡോക്യുമെന്റ് ആയിട്ട് പരാതി കൊടുത്തിട്ടുണ്ട്. പക്ഷെ അദ്ദേഹത്തിന്റെ ഡോക്യുമെന്റ്സ് ഇല്ലായിരുന്നു. അത് ചോദിച്ചപ്പോഴത്തേക്കാണ് പറഞ്ഞത് തനിക്ക് വ്യക്തതയില്ലെന്ന് പറയുന്നത്. നിങ്ങൾ ഓൾറെഡി അകത്തിട്ട് ചവിട്ടിക്കൂട്ടിയ ഒരു കേസിനകത്ത് നിങ്ങളുടെ പോലീസ് എവിടെ അന്വേഷിക്കുന്നതാണ്? നിങ്ങൾ ഇത്ര നിഷ്കളങ്കനാവില്ല റജി. അല്ലല്ല, ഞങ്ങളുടെ നിഷ്കളങ്കത നിങ്ങൾ അതിന് പുറകെ നിൽക്കണം. ഇങ്ങനൊരു പരാതി വന്നിട്ട് എന്തുകൊണ്ട് പോലീസ് കമ്മീഷൻ അന്വേഷിക്കുന്നില്ല? പരാതി ഉടൻ വരെയായി. അത് പറയാനുള്ള സ്വാതന്ത്ര്യം മാധ്യമങ്ങൾക്കില്ലേ? അത് ജനങ്ങളിൽ എത്തിക്കാനുള്ള സ്വാതന്ത്ര്യം നിങ്ങൾക്കല്ലേ ഉള്ളത്? നിങ്ങൾ അങ്ങനെ എന്തെല്ലാം കാര്യങ്ങൾ എത്തിക്കുന്നുണ്ട് കേരളത്തിൽ? എന്തുകൊണ്ട് നിങ്ങൾ അതിന്റെ പുറകെ പോകുന്നില്ല? അപ്പൊ ഒരു കാര്യം നിങ്ങൾക്ക് പറയാം, ഇത്തരം കാര്യത്തിൽ നിങ്ങളുടെ പുറകെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ CPM വേട്ട പൂർത്തീകരിക്കത്തില്ല. അടുത്തത് നാളെ വേറെ സബ്ജക്റ്റായിട്ട് വരും. ഇത്തരം പരാതിയിൽ ഒരു പരാതിക്കാരൻ ഉണ്ടാവണം, പൈസ കൊടുത്തു സമ്മതിക്കാൻ ഒരാളുണ്ടാവണം. അത് നിങ്ങൾ സെറ്റിൽ ചെയ്തു. ആ നിങ്ങൾ സെറ്റിൽ ചെയ്ത സംഗതിയുള്ളൂ. അത് പൊട്ടിച്ച്
പാർട്ടിക്കകത്ത് തന്നെ വിവിധ കേന്ദ്രങ്ങളിൽ സമ്മർദ്ദം ഉണ്ടാക്കാനാണ്. ശ്രീജിത്തെ, താങ്കൾ പൈസ കൊടുത്തിട്ടുണ്ടെങ്കിൽ പറ, ആർക്കെങ്കിലും പൈസ കൊടുത്തിട്ടുണ്ടോന്ന് എന്ന് സമ്മർദ്ദം കോട്ടുള്ളി ഉണ്ടാക്കുന്നത് എന്തിനാണ്? പാർട്ടിയെ സമ്മർദ്ദത്തിലാക്കാനാണ്. അത് മനസ്സിലാവുമല്ലോ നമുക്ക്. ഞാൻ വരാമേ. അല്ല, ശ്രീ ആനന്ദ് കൊച്ചുകൂടി നോക്കൂ, സ്റ്റേറ്റ് കമ്മിറ്റി മറുപടി പറഞ്ഞിട്ടോ, ഒറ്റ വാചകത്തിൽ ഞാൻ മറുപടി പറയാം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ യുവാവിന് ഈ പ്രസാദ് കോട്ടുള്ളി, വിനോദ് കോട്ടുള്ളിക്ക് ഇന്ന് ആ പത്രക്കാരോട് പറഞ്ഞാൽ പോരെ, ഞാൻ വേറൊരാൾക്ക് വേണ്ടി എന്നെ കൊണ്ട് കാശ് പാർട്ടി വാങ്ങിച്ചിട്ട് ആ പാർട്ടി പലർക്കും കൊടുത്ത് ഈ പാർട്ടി കൈമലർത്തി എന്നെ എന്തിനാ പുറത്താക്കിയത്? ഒറ്റ ചോദ്യം ചോദിച്ചാൽ പോരെ. അങ്ങനെ അങ്ങനെ പൊന്മുട്ടയിടുന്ന താറാവിനെ കൊല്ലുക എന്നൊക്കെ പറയില്ല, അതിന് ടൈം ആയിട്ടില്ല. സമ്മർദ്ദം ഉണ്ടാക്കുന്നത് വേറെ, എല്ലാം പൊട്ടിക്കുന്നത് വേറെ, അത് രണ്ടും രണ്ടല്ലേ? അത് ശരി. അപ്പൊ അതിന് അയാൾ ഒരു കളി കളിക്കാൻ നോക്കാം. അല്ല, ആനന്ദ് കൊച്ചുകൂടി നോക്കൂ, ഇന്നിപ്പോ ജില്ലാ സെക്രട്ടേറിയറ്റിൽ സംസ്ഥാന സെക്രട്ടേറിയറ്റിന്റെ അതിർത്തി റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ടെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. കാരണം ഒരു സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം, അതായത് മുഹമ്മദ് റിയാസ്, തന്റെ പേരിൽ കച്ചവടം നടത്താൻ ശ്രമിക്കുന്നു എന്ന പരാതി ജില്ലാ നേതൃത്വത്തെ അറിയിച്ചിട്ടും അത് വേണ്ട വിധത്തിൽ പരിഗണിക്കപ്പെട്ടില്ല എന്ന അതൃപ്തി, അതായത് സെക്രട്ടേറിയറ്റ് അംഗത്തിന്റെ പരാതി ജില്ലാ കമ്മിറ്റി വേണ്ട നിലയ്ക്ക് കൈകാര്യം ചെയ്തില്ല എന്ന അതൃപ്തി റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ജില്ലാ കമ്മിറ്റി എന്തുകൊണ്ടായിരിക്കും ഇങ്ങനത്തെ ഒരു പരാതി വേണ്ട നിലയ്ക്ക് പരിഗണിക്കാതിരുന്നത്? ഇപ്പോൾ കോട്ടുള്ളി ജില്ലയിലെ ഏത് പ്രധാനപ്പെട്ട നേതാവിനൊപ്പം നിൽക്കുന്നു, ആരുടെ എതിർത്ത് നിൽക്കുന്നു എന്നൊക്കെയുള്ള അവിടുത്തെ ചില സമവാക്യങ്ങൾ നമുക്ക് വായിച്ചാൽ മനസ്സിലാവുന്നതാണ്. ജില്ലാ കമ്മിറ്റി ഇത് തുടക്കത്തിൽ ചവിട്ടാൻ ശ്രമിച്ചു എന്നത് നമുക്ക് കാണാൻ കഴിയുന്ന ഒരു കാര്യമാണോ? എങ്കിൽ അതിന് പിന്നിലുള്ള ഇൻട്രസ്റ്റ് എന്തൊക്കെയായിരിക്കും? അല്ല, ഈ ആദ്യം തന്നെ ഇവിടെ ശ്രീ റെജി ലൂക്കോസ് പറയുന്നത് ഇവിടെ പരാതി ഉണ്ടോ, ആരാണ് പരാതിക്കാരൻ. ഇന്നിപ്പോൾ അദ്ദേഹത്തിന്റെ പേര് പുറത്തു വന്നിട്ടുണ്ട്, ശ്രീജിത്ത് എന്ന് പറയുന്ന ഈ ഡോക്ടറുടെ ഭർത്താവ്. അദ്ദേഹം പരാതിക്കാരനാണോ എന്ന് ചോദിച്ചാൽ, ഈ ഡോക്ടറുടെ അമ്മ കോട്ടുള്ളി ലോക്കൽ കമ്മിറ്റിയിലെ 2 പ്രമുഖ CPM ലോക്കൽ കമ്മിറ്റി അംഗങ്ങളോട് പരാതിയായിട്ട് പറഞ്ഞപ്പോഴാണ് ഈ പരാതിയുടെ പ്രഭവ സ്ഥാനം അതാണ്. പിന്നെ അതിൽ ഒരു ലോക്കൽ കമ്മിറ്റി അംഗം എന്ന് പറയുന്നത് മുൻ കോഴിക്കോട് ഡെപ്യൂട്ടി മേയറായിട്ടുള്ള ഒരു വനിതയാണ്. അപ്പോൾ അവിടെ നിന്ന് വന്ന ഈ പരാതിയിൽ ഇതിൽ റിയാസിന്റെ പേര്, റിയാസ് എന്ന് പറയുന്നത് ഈ കോട്ടുള്ളിയുടെ വീടിന് അടുത്ത് തന്നെ വീടുള്ള നേതാവാണ് ഈ മുഹമ്മദ് റിയാസ്. മുഹമ്മദ് റിയാസിന്റെ അടുത്ത് നടന്ന മുഖ്യമന്ത്രിയുടെ മകളുമായിട്ടുള്ള വിവാഹത്തിൽ പങ്കെടുത്ത ഒരാളാണ് കോട്ടുള്ളി. പക്ഷെ ഇപ്പോൾ ഈ കോട്ടുള്ളി സാന്ദർഭികവശാൽ റിയാസിന്റെ ചേരിയിൽ അല്ല എന്നാണ്, അല്ലെങ്കിൽ മറ്റ് വിഭാഗത്തോട്, കോഴിക്കോട് തന്നെയുള്ള മറ്റ് പ്രബല വിഭാഗത്തോടൊപ്പമാണ് എന്നാണ് മനസ്സിലാകുന്നത്. കാരണം ഈ പരാതി വന്നിട്ട് റിയാസിന്റെ പേരിലൊക്കെ പൈസ വാങ്ങിച്ചിട്ട് ഈ പരാതി വരുമ്പോൾ ഈ ജില്ലാ കമ്മിറ്റി അത് മൂടിവെക്കാൻ നോക്കുകയാണ്. കോഴിക്കോട് ജില്ലാ കമ്മിറ്റി ഇദ്ദേഹത്തിനെതിരെ ഒരു നടപടി എടുക്കാതിരിക്കാൻ നോക്കുകയാണ്. ഇതിനോട് നമ്മൾ ചേർത്ത് വായിക്കേണ്ട ഒരു കാര്യമാണ്, കഴിഞ്ഞ 1 വർഷമായിട്ട് മാതൃഭൂമി പത്രത്തിൽ ഈ കഴിഞ്ഞ 4 ദിവസം മുൻപ് വരെ ബൈലൈൻ വെച്ച് വാർത്ത വന്നിട്ടുണ്ട്. കോഴിക്കോട്ടെ 2 പ്രമുഖ നേതാക്കൾ, CITU CPM നേതാവ് എന്ന് പറഞ്ഞാൽ അത് എളമരം കരീമാണ്, മറ്റേത് മോഹനൻ മാഷ് ജില്ലാ സെക്രട്ടറി തന്നെയാണ്, 3ാമത്തെ നേതാവ് KK മുഹമ്മദ്, അദ്ദേഹം കൊയിലാണ്ടിയിൽ നിന്നുള്ള ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം. ഇവരുടെ 3 പേരുടെയും പേര് വെക്കാതെ മാതൃഭൂമിയിൽ കഴിഞ്ഞ ദിവസം 4 ദിവസം മുൻപ് വാർത്ത വന്നിട്ടുണ്ട്. അതിൽ സംസ്ഥാന സ്പെഷ്യൽ ബ്രാഞ്ചിന്റെ റിപ്പോർട്ട്, ഇങ്ങനെയൊരു റിപ്പോർട്ടുണ്ടോ എന്ന് ഞാൻ പോലീസ് ഉദ്യോഗസ്ഥരോട് വിളിച്ച് ചോദിച്ച് കൺഫേം ചെയ്തു. മാതൃഭൂമിയിൽ വിളിച്ച് ഞാൻ അവരുടെ കയ്യിൽ ഈ റിപ്പോർട്ട് ഉണ്ട് എന്ന് മനസ്സിലാക്കിയിട്ടാണ് ഈ ചർച്ചയിൽ വന്നിരിക്കുന്നത്. അതായത് അവരുടെ കയ്യിൽ, മാതൃഭൂമിയുടെ കയ്യിൽ റിപ്പോർട്ടുണ്ട്. അവർ റിപ്പോർട്ട് ചെയ്യുന്നത്, ആ റിപ്പോർട്ട്, അതായത് ഈ പോലീസിന്റെ റിപ്പോർട്ട് അവർക്ക് ചോർത്തി കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ടാണ് അവർ റിപ്പോർട്ട് ചെയ്യുന്നത്. പോലീസ് വിഭാഗത്തിലെ എൻ്റെ ഒരു സോഴ്സിനോട് ഞാൻ ചോദിച്ചപ്പോൾ അവർ ഇങ്ങനെ ഒരു റിപ്പോർട്ട് അവർ തയ്യാറാക്കിയിരുന്നതായിട്ട് പറയുന്നു. അതായത് ഇവിടെ എളമരം കരീം, P മോഹനൻ, KK മുഹമ്മദ് എന്ന് പറയുന്ന നേതാക്കളുടെയൊക്കെ പലതരത്തിലുള്ള റിയൽ എസ്റ്റേറ്റ് ബന്ധം, കോഴിക്കോട് തന്നെയുള്ള RP അമർ എന്ന് പറയുന്ന ഒരു റിയൽ എസ്റ്റേറ്റ് മുതലാളിയുമായിട്ട് മറ്റ് പല മുതലാളിമാരുമായിട്ട് CPM നേതാക്കൾക്ക്, ഉന്നത CPM നേതാക്കൾക്കുള്ള ബന്ധം പല ദിവസമായിട്ട്, പല ശകലങ്ങളായിട്ട് മാതൃഭൂമിയിൽ കഴിഞ്ഞ 11 മാസം 12 മാസം 1 വർഷമായിട്ട് പ്രസിദ്ധീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിനിടയ്ക്കാണ് ഇങ്ങനെ ഒരു ചെറിയ ഒരു മീനായിട്ടുള്ള പ്രദീപ് കോട്ടുള്ളിയുടെ ഈ 20 ലക്ഷം ചെക്ക് കേസ്, ഇതിലൊരു സജീവൻ എന്ന് പറയുന്ന BJPയുടെ ഒരു മുൻ BJP നേതാവിൻ്റെ കാര്യം കൂടി പുറത്തു വന്നിട്ടുണ്ട്. അപ്പോൾ ഈ പ്രദീപ് കോട്ടുള്ളി ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നുണ്ടെങ്കിൽ അദ്ദേഹം പറയേണ്ടത് ശരിക്കും ആര് ഒക്കെയാണ് ഈ ഷെയർ, ഈ 20 ലക്ഷം അല്ലെങ്കിൽ 22 ലക്ഷത്തിൽ ആർക്കൊക്കെയാണ് അദ്ദേഹം ഷെയർ കൊടുത്തത്, അതിലേതൊക്കെ പ്രമുഖ നേതാക്കളുണ്ട്, കോഴിക്കോട്ടെ പ്രമുഖ CPM നേതാക്കൾ ആരൊക്കെയുണ്ട്,
ഈ പണം ശ്രീജിത്തിനോ അല്ലെങ്കിൽ ഈ ഡോക്ടർക്കോ തിരിച്ചു കിട്ടിയിട്ടുണ്ടെങ്കിൽ ആ പണം ആരാണ് തിരിച്ചു കൊടുത്തത്? ഇത് ആരാണ് സെറ്റിൽ ചെയ്തത്? എന്തിനാണ് സെറ്റിൽ ചെയ്തത്? അപ്പോൾ ആ പണം തിരിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് കൊടുത്തത് ആരാണ്? ഇതൊക്കെയാണ് ഇതിൻ്റെ അത് പുറത്തു വരേണ്ടത്. കാരണം ഇതിങ്ങനെ ഒരു പരാതി ഉണ്ട് എന്നുള്ളത് വ്യക്തമാണ്. ഈ PSC അംഗത്വം അല്ല, ശരിക്കും ആദ്യം ഇതൊരു ആയുഷ് വകുപ്പിൽ ഒരു നിയമനം എന്നുള്ളതായിരുന്നു ആദ്യം കൊടുത്ത വാഗ്ദാനം. അപ്പോൾ ആ ഒരു വാഗ്ദാനം പാലിക്കാതെ വന്നപ്പോഴാണ് PSC അംഗത്വം എന്ന് പറഞ്ഞ് വേറൊരു വാഗ്ദാനം കൊടുത്തതെന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും ഇങ്ങനെ ഒരു പരാതി ഉണ്ടെന്നുള്ളതിൽ സംശയമില്ല. ഇവിടെ BJPയുടെ ഒരു നേതാവിൻ്റെ ഒരു പേര് പറഞ്ഞതുകൊണ്ടോ അല്ലെങ്കിൽ വേറെ പലതരത്തിലുള്ള പുകമറ സൃഷ്ടിച്ചതുകൊണ്ടോ ഒന്നും കാര്യമില്ല. ഇവിടെ CPM ഉത്തരം പറയേണ്ടിയിരിക്കുന്നു. ഇന്നിപ്പോൾ മോഹനൻ മാഷ് പറഞ്ഞത് ഞങ്ങളെ വെറുതെ വിടുമെന്നാണ്. പക്ഷേ ഇത്രയും ദിവസം വായുവിൽ നിന്നുണ്ടാക്കിയ ഈ സ്റ്റോറി എന്ന് പറഞ്ഞ് തടി തപ്പാൻ നോക്കിയ കോഴിക്കോട്ടെ ജില്ലാ നേതൃത്വം ഇതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് ആരൊക്കെയാണ് ഇതിൻ്റെ പിന്നിൽ എന്ന് കൃത്യമായിട്ട് തുറന്നു പറയേണ്ട സമയമാണിത്. ശരി, ഈ CK ഷാക്കിർ, ഇതിനകത്ത് നിങ്ങൾ ഊന്നുന്നത് ഈ പ്രമോദ് കോട്ട്ലിയിൽ മാത്രമാണോ? അല്ല, ഇത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, സമയം തന്നില്ല. അതായത് ഇതൊരു നിസ്സാരമായി ഇപ്പോൾ അടുത്ത സായത്രികൻ റെജി ലൂക്കോസ് പറഞ്ഞ മാതിരി അങ്ങനെ മൂടി വെക്കേണ്ട ഒരു സംഗതിയല്ല. ഇത് 30,000 ആളുകൾ പ്രതിവർഷം തൊഴിൽ നേടുന്ന, അതുപോലെ 5 ലക്ഷത്തോളം ചെറുപ്പക്കാർ പിന്നെ ഇൻ്റർവ്യൂവും മറ്റും നടത്തി പരീക്ഷകളൊക്കെ പങ്കെടുത്ത് നടക്കുന്ന ഒരു പ്രക്രിയയാണ് PSC എന്നുള്ളത്. ആ PSCയെ ഇവർ പലതരത്തിൽ പാർട്ടിവൽക്കരിക്കുകയും അഴിമതിവൽക്കരിക്കുകയും ചെയ്തിട്ടുണ്ട്. അത് ഗുരുതരമായ പ്രശ്നമാണ്. ഇതങ്ങനെ നിസ്സാരമായി ഒരു ഏരിയ കമ്മിറ്റി മെമ്പറോ അല്ലെങ്കിൽ അളമരം കരീമും P മോഹനും KK മുഹമ്മദ് ഉൾപ്പെടെയുള്ള ഒരു ലോബിയുടെ റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സിൻ്റെ ഭാഗമോ അങ്ങനെ ഒരു നിസ്സാരവൽക്കരിക്കേണ്ട സംഗതിയല്ല. ഞങ്ങൾ ഈ കാര്യത്തിൽ ഇതിന് തുടക്കം കുറിച്ചിട്ടുണ്ട്. ഞായറാഴ്ച അതിശക്തമായ സമരത്തിന് കോഴിക്കോട് ജില്ലാ യൂത്ത് ലീഗ് പിന്നെ പദ്ധതി ഇട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ കേരളക്കരയിൽ ഇതുമായി ബന്ധപ്പെട്ട് ഇവർ നേരത്തെ ഞാൻ പറഞ്ഞ സംഗതി നിങ്ങൾ അത്ര ശ്രദ്ധിച്ചിട്ടില്ല തോന്നുന്നുണ്ട്. നമ്മൾ നേരത്തെ കണ്ടല്ലോ, PSC എന്ന് പറയുന്നത് വളരെ സുതാര്യമായി വളരെ സൂക്ഷ്മമായി ചെയ്യേണ്ട ഒരു പിന്നെ തൊഴിൽ നിയമനമാണ്. കാലങ്ങളായതിനെക്കുറിച്ച് ഇത്തരം ആക്ഷേപങ്ങൾ വന്നിട്ടില്ല. ഇപ്പോൾ ഈ പിണറായി വിജയൻ്റെ ഗവൺമെൻറ്, ഒന്നാം ഗവൺമെൻറ് വന്ന കാലം മുതൽ ഏറ്റവും ക്രിമിനലുകളായിട്ടുള്ള SFIയുടെ കോളേജ് യൂണിവേഴ്സിറ്റി യൂണിയൻ പ്രസിഡന്റ് സെക്രട്ടറി ഉൾപ്പെടെയുള്ള പക്ക ക്രിമിനലുകൾ പോലും 1ാം റാങ്കും 28ാം റാങ്കും ഒക്കെ ലക്ഷക്കണക്കിന് ആളുകൾ ഇത് പരീക്ഷയിൽ വരുന്നത് എങ്ങനെയാണ്? ഇപ്പോൾ ഇടത് സഹയാത്രികൻ ശ്രീ റെജി ലൂക്കോസ് എത്ര നിസ്സാരമായിട്ടാണ് പറയുന്നത്. ഇതെന്താണ്? ഇത് അമ്മയോട് ബോധ്യപ്പെടുത്തേണ്ടതല്ലേ? ഇത് അമ്മയോട് ബോധ്യപ്പെടുത്തേണ്ടതാണോ? 3.5 കോടി ജനങ്ങളോട് ബോധ്യപ്പെടുത്തേണ്ടതാണ്. നിങ്ങളെല്ലാ സംഗതിയും ഇപ്പം നേരത്തെ പിന്നെ ആനന്ദ് പറഞ്ഞില്ലേ, ഗോപി കോട്ടമുറിക്കലിൻ്റെ വിഷയം നിങ്ങൾ എന്താ പറഞ്ഞത്? അദ്ദേഹം ലീവ് എടുത്തു. P ശശിയുടെ വിഷയം നിങ്ങൾ എന്താ പറഞ്ഞത്? PK ശശിയുടെ വിഷയം എന്നപ്പോൾ നിങ്ങൾ എന്താ പറഞ്ഞത്? അതുപോലെ കോടിയേരി ബാലകൃഷ്ണൻ അദ്ദേഹം പിന്നെ ലീവ് എടുത്ത സമയത്ത്, കോടിയേരി പിന്നെ ബിനീഷ് ജയിലിലായ സമയത്തൊക്കെ നിങ്ങൾ ജനങ്ങളോടും മാധ്യമങ്ങളോടും പറഞ്ഞത് മറ്റൊന്നായിരുന്നു. എന്തിനേറെ പറയുന്നത്, TP ചന്ദ്രശേഖരൻ കൊല്ലപ്പെട്ട സമയത്ത് ഇതേ മോഹനൻ മാഷ് ആദ്യം ഒന്ന് പറഞ്ഞത് എന്തായിരുന്നു? പിന്നീട് ജനങ്ങൾ യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞപ്പോൾ മലക്കം മറിഞ്ഞതല്ലേ? അങ്ങനെ മലക്കം മറിഞ്ഞ് ഇത് ഏതെങ്കിലും ഒരു കോട്ടുളിയെ കളഞ്ഞിട്ട് ഇത് പിന്നെ പണം വാങ്ങിയ ആളുകൾ അറിയില്ല, പരാതിക്കാരില്ലെന്ന് പറഞ്ഞ് നിസ്സാരമാക്കേണ്ടതല്ല. ഇത് പോലീസ് അന്വേഷിക്കണം, കുറ്റവാളികളെ കണ്ടെത്തണം. ഇത് ഏതെങ്കിലും ചെറിയ മീനല്ല. ഇത് വലിയ കേരളത്തിൻ്റെ മന്ത്രിസഭയിലെ ഉന്നതനായ വ്യക്തിയുടെ അനുവാദത്തോടു കൂടി അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന അഴിമതിയാണ്. ഇതിൽ കൃത്യമായി അന്വേഷണം നടത്തി കളങ്കമുണ്ടാക്കുക എന്ന് പറഞ്ഞ റെജി ലൂക്കോസ് ഈ പ്രമോദ് കോട്ട്ലി ഏതെങ്കിലും പാർട്ടി വിരുദ്ധ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നത് നമ്മളെവിടെയും കണ്ടിട്ടില്ല. പാർട്ടി കളങ്കം ഉണ്ടാക്കുക വെച്ചാൽ ഒന്നൊരു സാമ്പത്തിക ഇടപാടുകളിൽ അദ്ദേഹത്തിന് മോശം സ്ഥലത്ത് അദ്ദേഹം പ്രത്യക്ഷപ്പെടുക, അല്ലെങ്കിൽ കൈക്കൂലി വാങ്ങിക്കുക, എന്തോ ആകാലോ എന്നൊക്കെ പറഞ്ഞ് ഇതെല്ലാം പോലീസ് അന്വേഷണത്തിന് സാധ്യതയുള്ള വിഷയങ്ങളാണ്. അപ്പോൾ അതെന്താണ് പോലീസ് അന്വേഷിക്കേണ്ടതില്ല എന്ന് CPM തീരുമാനിക്കുന്നത്? തീർച്ചയായിട്ടും അതിലേക്ക് വരുന്നതിന് മുമ്പ് എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് സാക്കിർ അതിന് മറുപടി വരും. അദ്ദേഹം പറഞ്ഞത് കേരളത്തിലെ 3.5 കോടി ജനങ്ങളോട് മറുപടി വരണം എന്നുള്ളതാണ്. അദ്ദേഹത്തിനോട് ഞാൻ അദ്ദേഹത്തിന് വളരെ വിനീതമായിട്ടൊരു കാര്യം ഓർപ്പിക്കാം. നിങ്ങളുടെ ഈ പറയുന്ന നേതാവ് PK ഫിറോസ്, നിങ്ങളുടെ യൂത്ത് ലീഗിൻ്റെ പിന്നെ MS എനിക്ക് തോന്നുന്നത് അവരുടെ വിദ്യാർത്ഥി സംഘടനയായിരുന്നു, നേതാവ് PK ഫിറോസിനെതിരെ ഒരു വലിയ ആരോപണം കേരളത്തിൽ ഉയർന്നു. കാരണം അവരുടെ ഹരിത നേതാക്കൾ ആ പെൺകുട്ടികളെ കുറിച്ച് അദ്ദേഹം ഒരു വേദിയിൽ പ്രസംഗിച്ച വാക്കുകൾ എനിക്ക് തോന്നുന്നു നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ ഇതേപോലെ വിഡിത്തങ്ങളാണ്. ഒന്ന് പറഞ്ഞാട്ടെ, ഫിറോസിനെതിരെ അല്ലേ? അപ്പൊ നിങ്ങൾ എല്ലാവരും കേരളത്തിലെ അണികളെ പോലെ പൊട്ടന്മാരാണ്. ഹരിതയുടെ ആളുകൾ എന്താ പറഞ്ഞത്? ഒന്ന് അദ്ദേഹം പറയട്ടെ. അദ്ദേഹം പറയുന്ന മുഴുവൻ ഡാറ്റകളും ഇങ്ങനെയാണ്. വസ്തുതാവിരുദ്ധമായ കാര്യങ്ങൾ പറയല്ലേ പ്രിയപ്പെട്ട സഹോദരാ. പറയേണ്ട കാര്യമില്ല. കേരളത്തിൽ എത്രയോ മാധ്യമങ്ങളിൽ നിങ്ങൾ നിൽക്കൂ. ആ പെൺകുട്ടികളെ കുറിച്ച് നിങ്ങളുടെ ഒരു യൂത്ത് ലീഗിന്റെ നേതാവ്
കേരളത്തിൽ പറ്റിയ പൊതുധാരയിൽ ഞാൻ പറഞ്ഞില്ല, ആ പേര് തെറ്റെങ്കിൽ പിൻവലിച്ചെന്ന് പറഞ്ഞില്ല. അങ്ങനെ എന്തെല്ലാം തെറ്റുകൾ വരാറുണ്ട് മനുഷ്യന്റെ വായിൽ നിന്നും. നിങ്ങൾ കേൾക്കൂ, നിങ്ങൾ ഉടനെ ന്യായീകരിച്ചപ്പോൾ വന്നതുകൊണ്ടാ ഞാനത് പറഞ്ഞ് പൂർത്തീകരിക്കാൻ വേണ്ടിയിട്ട്. കേരളത്തിൽ എത്രയോ ദിനങ്ങളിൽ ഈ ചർച്ചകളിൽ നടന്നു. ആ പെൺകുട്ടികളെ കുറിച്ച് അവർ 3 പ്രാവശ്യം കോഴിക്കോട് പത്രസമ്മേളനം നടത്തിയില്ലേ, ഞങ്ങളെ ഇങ്ങനെ ആക്ഷേപിച്ചെന്ന് പറഞ്ഞുകൊണ്ട്. എന്നിട്ട് നിങ്ങൾ എന്ത് നടപടിയാണ് നേതാവിനെ സ്വീകരിച്ചേ? ഒടുവിൽ കോംപ്രമൈസ് ആയിട്ട് പെൺകുട്ടികളെ നിങ്ങൾ തിരിച്ചെടുക്കേണ്ട സാഹചര്യം ഉണ്ടായി. ആ നിങ്ങളാണോ ഏത് നേതാവിനെതിരെ പരാതി പറഞ്ഞത്? ഞങ്ങൾ ജനങ്ങൾ കാണുന്ന ഒരു മീഡിയ, ലക്ഷക്കണക്കിന് ആളുകൾ കാണുന്ന ചാനലാണ്. മുസ്ലിം ലീഗിന്റെയോ യൂത്ത് ലീഗിന്റെയോ ഒരു നേതാവിനെതിരെ പരാതി പറഞ്ഞിട്ടില്ല. നിങ്ങൾ പറയുന്നത് വസ്തുതാവിരുദ്ധമാണ്. പത്രസമ്മേളനം നടത്തിയിട്ടുണ്ട്. അവരുടെ പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട്. നിങ്ങൾ അനാവശ്യമായി തെറ്റായ കാര്യങ്ങൾ പറയരുത്. മുസ്ലിം ലീഗിന്റെയോ യൂത്ത് ലീഗിന്റെയോ നേതാക്കന്മാരെ കുറിച്ച് ഹരിതയുടെ നേതാക്കന്മാരോ പ്രവർത്തകരോ ഒരു ആക്ഷേപം പോലും ഉന്നയിച്ചിട്ടില്ല. നിങ്ങൾ പറയാൻ ശ്രമിക്കുന്നത് MSFനകത്തെ ഹരിത വിവാദത്തെ കുറിച്ചാണ്. MSFനകത്തെ ഹരിത വിവാദത്തെ കുറിച്ചാണ് താങ്കൾ പറയാൻ വന്നത്. MS പറയാൻ ആഗ്രഹിക്കുന്നത് MSFന്റെ പ്രസിഡന്റ് PK നവാസിനെ കുറിച്ചാണ്. മെമ്മറിൽ വന്നു. പക്ഷേ MSF എക്സാക്ട്ലി ഞാനാ സൂചിപ്പിച്ചു. യൂത്ത് ലീഗാണോ MSF ആണെന്നുള്ള ചെറിയ ഡൗട്ട് ഉണ്ടെന്ന് ഞാൻ സൂചിപ്പിച്ചു. നിങ്ങൾക്കിപ്പോൾ ഞാൻ പറയുന്ന തടഞ്ഞു സംസാരിച്ചൊന്നുണ്ടാ. നിങ്ങൾക്ക് ഞാൻ തിരിച്ചു ചോദിച്ചപ്പോൾ ഞങ്ങളുടെ പാർട്ടി എന്താ അധാർമികത? നിങ്ങളെ പാർട്ടി അധാർമികതയെ ചെയ്തിട്ടുള്ളൂ. കേരളത്തിലെ CPM-നെ കുറിച്ച് കൃത്യമായി 3.5 കോടി ജനങ്ങൾക്കറിയാം. നിങ്ങൾ ഇപ്പൊ തന്നെ പറയുന്നു നോക്ക്. ഈ 10 മിനിറ്റ് നിങ്ങൾക്ക് ആദ്യ സമയം തന്നിട്ട് ആദ്യം നിങ്ങൾ മാന്യത കാണിക്കൂ. താങ്കൾ ഞങ്ങളുടെ പേരിൽ അധാർമികത ആരോപിച്ചപ്പോൾ ഇങ്ങനെ ഒരു സത്യമായ ഒരു സംഭവമായിട്ട് ഞാൻ വരും നിങ്ങൾ പ്രതീക്ഷിച്ചില്ല. അതിനാ നിങ്ങൾ പേര് മാറിയപ്പോൾ പേര് ഞാൻ പിൻവലിച്ചു. സ്വാഭാവികമല്ല, ആർക്കും തെറ്റുപറ്റാം വാക്കുകളിൽ. ദിവസങ്ങളിൽ മാധ്യമങ്ങളിൽ ചർച്ച ചെയ്താ നിങ്ങളുടെ ഹരിത നേതാക്കൾ 3 തവണ അതിന്റെ നേതാക്കൾ കോഴിക്കോട് ഹരിത വിവാദം ചർച്ചക്കെടുത്ത വിഷയം, ആ വിഷയത്തിന്റെ ധാർമ്മികത നിങ്ങളൊന്ന് പരിശോധിക്ക്. നിങ്ങൾ പഴയതിലേക്ക് പോണ്ട. CPM എന്ത് അധാർമികത ചെയ്ത് നിങ്ങൾ ചോദിക്കണ്ടല്ലോ. 24 മണിക്കൂർ അധാർമികതയെ CPM ചെയ്യുന്നുള്ളൂ. അവകാശം എനിക്കുണ്ട്. ഈ ചർച്ച ഇന്ന് മലയാളക്കാരെ ചർച്ച ചെയ്ത വിഷയം ഇത് തന്നെ നിങ്ങൾക്ക് മറുപടിയാണ്. ഇത് കേരളത്തിലെ ജനങ്ങളെ ബാധിക്കുന്ന ഒരു ക്രിമിനൽ കുറ്റം ചെയ്തിട്ട് എന്നിട്ട് CPM പാർട്ടി കോടതി തീരുമാനിക്കണം. ചർച്ചയിലേക്ക് വീണ്ടും ആനന്ദ് കൊച്ചുകൂടി ഇതിനകത്ത് നോക്കൂ. ഇപ്പോൾ ശ്രീജിത്തിന്റെ വീട്ടിൽ പോയി ആർക്ക് അയാൾ പൈസ കൊടുത്തു എന്നതിന്റെ വിശദാംശം അടക്കം വെളിപ്പെടുത്തണം എന്നൊരു സമ്മർദ്ദം ഉണ്ടാക്കാനാണ് ആദ്യം പ്രമോദ് കോട്ട്ലി ശ്രമിച്ചതെങ്കിൽ വളരെ പെട്ടെന്ന് അയാൾ പിൻവാങ്ങുന്നത് നമ്മൾ കണ്ടു. ഇന്നിപ്പോൾ കേരളത്തിലെ മാധ്യമങ്ങൾക്ക് സമയം തരാമെന്ന് അദ്ദേഹം അറിയിച്ചിരുന്നതാണ്. പക്ഷേ അദ്ദേഹം വളരെ പെട്ടെന്ന് വേറെ ചില കാരണങ്ങൾ പറഞ്ഞ് പിന്മാറുകയും ചെയ്തിരിക്കുകയാണ്. എന്ന് വെച്ചാൽ പ്രമോദ് കോട്ട്ലി CPM-നോടൊരു ഓപ്പൺ ഫൈറ്റിന് നിൽക്കുമെന്ന് താങ്കൾക്ക് തോന്നുന്നുണ്ടോ? CPM അതുകൂടി സെറ്റിൽ ചെയ്യാൻ സാധ്യതയില്ലേ? അല്ല, CPM-നെ ആയിട്ട് ഫൈറ്റ് ചെയ്യാൻ പ്രമോദ് കോട്ടൂളിക്ക് അദ്ദേഹത്തിന് അതിനുള്ള കെൽപ്പില്ല. അദ്ദേഹം തന്നെ പറയുന്നത് അദ്ദേഹത്തിൻ്റെ വീട് ജപ്തി ചെയ്യാൻ പോവുകയാണ് എന്നൊക്കെയാണ് അദ്ദേഹം പറയുന്നത്. CPM-ൻ്റെ ഒരു നേതാവ് ഇന്ന് എന്നോട് പറഞ്ഞത് 3-4 ദിവസം മുൻപ് അല്ലെങ്കിൽ ഒരാഴ്ച മുൻപ് വരെ അദ്ദേഹം ഒരു കോഴിക്കോട്ടിൽ കൂടി ഒരു കാറിൽ കൂടിയാണ് നടന്നത്. ഇപ്പോൾ ബൈക്കിലാണ് നടക്കുന്നത്. അപ്പോൾ അദ്ദേഹം ഈ പറയുന്ന അത്ര ഒരു ദരിദ്രാവസ്ഥയുള്ള ആളല്ല. അദ്ദേഹം യുവധാര എന്ന് പറയുന്ന ഒരു പാരലൽ സംവിധാനം CPM-ന് പുറത്ത് മറ്റ് പല വ്യക്തികളുമായിട്ടൊക്കെ കൂടിച്ചേർന്ന് പ്രവർത്തിക്കുന്ന ഒരു സംവിധാനം ഉണ്ടാക്കിയിരുന്നു. അതൊക്കെ പാർട്ടി വിരുദ്ധ പ്രവർത്തനമായിട്ട് പാർട്ടിയിലെ ചിലരൊക്കെ അദ്ദേഹത്തിനെതിരെ പാർട്ടിയിൽ ഉന്നയിക്കാറുണ്ടായിരുന്നു. പല കമ്മിറ്റികളിൽ, ഏരിയ കമ്മിറ്റിയിലും ജില്ലാ കമ്മിറ്റിയിലും ഒക്കെ ഈ പ്രശ്നം വന്നിട്ടുണ്ട് എന്നൊക്കെയാണ് CPM-ന്റെ നേതാക്കൾ പറയുന്നത്. പക്ഷെ അപ്പോഴും CPM ഒരാഴ്ചയായിട്ട് ഇദ്ദേഹത്തെ പ്രൊട്ടക്ട് ചെയ്യാൻ തന്നെ ശ്രമിക്കുകയായിരുന്നു. അതിനുശേഷം ഇപ്പോഴും അദ്ദേഹത്തിൻ്റെ ഈ CPM-നെ തന്നെ എനിക്ക് തോന്നുന്നു അവരൊരിക്കലും പ്രതീക്ഷിക്കാത്ത തരത്തിലുള്ള, അവരെ തന്നെ ഞെട്ടിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു സമരമാണെന്ന് തോന്നുന്നു ഇന്നിപ്പോൾ ഈ കോട്ടൂളി ഇറങ്ങി പുറപ്പെട്ടത്. അമ്മയൊക്കെ കൂട്ടി
അപ്പോൾ എനിക്ക് തോന്നുന്നു CPM ഒന്ന് പെട്ടെന്നൊന്ന് ഞെട്ടിധരിച്ച CPM അദ്ദേഹത്തെ ഇനി കൈകാര്യം ചെയ്യാൻ അത് TP ചന്ദ്രശേഖരനെ പോലെയല്ല, മറ്റ് ഇവരാദ്യം പല വിധത്തിലുള്ള ഇൻസെൻറ്റീവുകൾ, ഇപ്പോൾ ക്യാരറ്റ് ആൻഡ് സ്റ്റിക്ക് അപ്രോച്ച് എന്നൊക്കെ പറയില്ലേ, ആദ്യം അനുനയിപ്പിച്ചു നോക്കും, മറ്റ് പല വിധത്തിൽ ഇദ്ദേഹത്തെ കുറച്ച് ആൾ 6 മാസം 1 വർഷത്തേക്കൊക്കെ പുറത്താക്കി കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ചെടുത്തോളും എന്നൊക്കെയുള്ള വാഗ്ദാനങ്ങളൊക്കെ കൊടുത്ത് ചിലപ്പോൾ അനുനയിപ്പിക്കാൻ പറ്റും. പക്ഷേ ഇപ്പോൾ തന്നെ അദ്ദേഹം പുറത്തുവിട്ട കാര്യങ്ങൾ അല്ലെങ്കിൽ പറഞ്ഞ കാര്യങ്ങൾ ഇത് തന്നെ മതി ഈ കാര്യത്തിൽ CPM ഇപ്പോൾ തന്നെ വലിയ പ്രതിരോധത്തിലായി. ഇനിയിപ്പോൾ അവർക്ക് പറഞ്ഞു നിൽക്കാൻ ഒന്നുമില്ല. ഇതിപ്പോൾ നാളെ CPMന്റെ സംസ്ഥാന നേതാക്കളൊക്കെ ഇതിന് ഉത്തരം പറയേണ്ടി വരും. ഈ ശ്രീജിത്ത് എന്ന് പറയുന്ന ആളുടെ ബൈറ്റ് മാധ്യമങ്ങളിൽ വരും. അപ്പോൾ ഇവിടെ പരാതിക്കാരനില്ല എന്ന് പറയുന്ന ശ്രീ റെജി ലൂക്കോസിന് ഉത്തരം പറയേണ്ടി വരും. നാളെ CPMന്റെ തന്നെ ഔദ്യോഗിക പ്രതിനിധികൾക്ക് ചാനൽ ചർച്ചയിലും പങ്കെടുക്കേണ്ടി വരും. കാരണം അവരെത്ര നാൾ ഇത് പറയാതിരിക്കും? ഇങ്ങനെ ഈ കാര്യത്തിൽ ഇങ്ങനെ ഒഴിവാക്കി വിടാൻ എത്ര നാൾ അവർക്ക് പറ്റും? സംസ്ഥാന സെക്രട്ടറിക്ക് ഉത്തരം കൊടുക്കേണ്ടി വരും. ഇവിടെ സംസ്ഥാന കമ്മിറ്റിയുടെ തന്നെ അതൃപ്തി ജില്ലാ കമ്മിറ്റിയിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ അതിനൊക്കെ ഇനിയും കാര്യങ്ങൾ പുറത്തു വരാണ്ട്. ഈ മാധ്യമങ്ങൾക്കെല്ലാം CPMന്റെ ജില്ലാ കമ്മിറ്റിയിലും പല കമ്മിറ്റികളിലും പെട്ട ആൾക്കാരുമായിട്ട് പല സോഴ്സുകളും ഉണ്ട്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ പുറത്തു വരാതെ പണ്ടത്തെ പോലെ ഈ ഇരുമ്പ് മറയ്ക്കുള്ളിൽ ഇതെല്ലാം അങ്ങനെ ഒതുങ്ങും എന്ന് CPM വിചാരിച്ചിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. ഇവർ വിചാരിക്കുന്നതിനപ്പുറം ഇപ്പോൾ തന്നെ കാര്യങ്ങൾ പോയി കഴിഞ്ഞു. ഇപ്പോൾ തന്നെ പലർക്കും ഇതുവരെ മാധ്യമങ്ങൾ അവരുടെ ഒരു മര്യാദയുണ്ടല്ലോ, ഈ പരാതിക്കാരൻ്റെ പേരൊക്കെ പറയാത്തത് അവർക്ക് താല്പര്യമില്ല, അല്ലെങ്കിൽ അവരുടെ സമ്മതമില്ലാത്തത് കൊണ്ടാണ്, അവർ കേസിൽപ്പെടുമെന്നുള്ളത് കൊണ്ടാണ്. പക്ഷെ ഇന്ന് പ്രമോദ് കോട്ടൂളി തന്നെ ഈ പരാതിക്കാരൻ്റെ പേര് പുറത്തു വിടുമ്പോൾ അത് മാധ്യമങ്ങൾക്ക് റിപ്പോർട്ട് ചെയ്യേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് ഇനി കൂടുതൽ ഇതിൻ്റെ അകത്ത് വെളിപ്പെടുത്തലുകൾ ഉണ്ടാകും. CPM വലിയ പ്രതിരോധത്തിലേക്കാണ് പോകുന്നത്. CPMന്റെ നമുക്കറിയാം കണ്ണൂര് വിഭാഗീയതയുണ്ട്, ആലപ്പുഴയുണ്ട്, പാലക്കാടുണ്ട്, എറണാകുളത്തുണ്ട്. ഇപ്പോൾ കോഴിക്കോട് എന്ന് പറയുന്ന CPMന്റെ ഒരു കാലത്ത് വലിയ ഒരു കോട്ടയായിരുന്ന കോഴിക്കോട് CPMലെ വിഭാഗീയതയാണ് പുറത്തു വരുന്നത്. ഇനിയിപ്പോൾ ജില്ലാ സമ്മേളനങ്ങളൊക്കെ വരാൻ പോവുകയാണ്. ആരാണ് അടുത്ത പാർട്ടി സെക്രട്ടറി ജില്ലാ സെക്രട്ടറി? മോഹനൻ മാഷിന് ശേഷം അദ്ദേഹത്തിൻ്റെ ഭാര്യ KK ലതികയോ അല്ലെങ്കിൽ അവരുടെ സഹോദരൻ KK ദിനേശോ അങ്ങനെ ആരെങ്കിലുമൊക്കെ CPM അവിടെ ജില്ലാ സെക്രട്ടറി ആക്കുമോ? അല്ലെങ്കിൽ പ്രദീപ് കുമാർ, മുൻ MLA പ്രദീപ് കുമാറിന് അതിനുള്ള സാധ്യതയുണ്ടോ? അതിനൊക്കെയുള്ള കാര്യങ്ങളാണ് ഇനിയിപ്പോൾ നടക്കാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ കുറേ കാര്യങ്ങൾ ഇനിയും സംഭവിക്കാനുണ്ട്. നാളെയും മറ്റന്നാളും ഒക്കെ ഇതിൽ പുതിയ വെളിപ്പെടുത്തലുകൾ വരും എന്ന് തന്നെ. പുതിയ വെളിപ്പെടുത്തലുകൾ വരുമ്പോൾ CPMന് കുറച്ചുകൂടി വ്യക്തതയിൽ മറുപടി പറയേണ്ടി വരുമെന്നാണ്. അല്ല, ശ്രീ റെജി ലൂക്കോസ്, ഇതിനകത്ത് കോഴിക്കോട്ടെ പാർട്ടിയുടെ താഴെത്തട്ടിൽ നിന്ന് നേരത്തെ വളരെ മുൻപ് തന്നെ ഉയർന്നു വന്ന ആരോപണമാണ്, വിവാദമാണ് ഇത്. നിങ്ങൾ നിരാകരിക്കുമെന്ന് എനിക്കറിയാമെങ്കിൽ കൂടി, എന്നിട്ട് കൂടി പാർട്ടി ജില്ലാ കമ്മിറ്റി ശരിയാവണ്ണം അതിൽ ഇടപെട്ടില്ല എന്ന അതൃപ്തി മുഹമ്മദ് റിയാസിൽ ഉണ്ടായിരുന്നു. അദ്ദേഹം അത് പ്രകടിപ്പിച്ചിട്ടുണ്ട് സംസ്ഥാന കമ്മിറ്റിയിൽ, സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ. അതിൻ്റെ സകാരം കൂടി ഇന്ന് ജില്ലാ സെക്രട്ടേറിയറ്റ് കേൾക്കുന്നുണ്ട്. സത്യത്തിൽ റിയാസിനെതിരെ പ്രവർത്തിക്കുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് നേതാക്കളാണോ ഇത്രയും കാലം ഇതിനകത്തൊരു നടപടിയില്ലാതെ കോട്ടൂളിയെ സംരക്ഷിച്ച് പിടിച്ചത്? വാസ്തവത്തിൽ റിയാസിനെതിരെ ഒരു മാധ്യമ വേട്ട റിയാസ് മന്ത്രിയായ കാലം മുതലുള്ള റിയാസിൻ്റെ ഇന്നലെ കുറിച്ച് പണ്ട് ഞാനൊരു ചർച്ചയിലോട്ട് പറഞ്ഞത്, അതൊന്നും നമ്മൾ വിശകലനം ചെയ്യേണ്ട ആവശ്യമില്ല. അദ്ദേഹം ആരാണെന്നുള്ളത്, അദ്ദേഹം ഏതായാലും ഓട് പൊളിച്ചിറങ്ങി വന്നൊന്നുമല്ല. അദ്ദേഹത്തിനെതിരെ മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ മകളുടെ ഹസ്ബൻഡ് ആയതുകൊണ്ട് മാത്രം അദ്ദേഹത്തിനെതിരെ ഒരു മാധ്യമ വേട്ട കുറേ നാളുകളായിട്ടുണ്ട്. വാസ്തവത്തിൽ അതാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. CPM പാർട്ടിക്കകത്തുനിന്ന് അങ്ങനെ യാതൊരു വിവാഹിതയില്ല. അങ്ങനെ എന്തെങ്കിലുമൊക്കെ വിവാഹിത ഉണ്ടെങ്കിൽ അത് കാലങ്ങൾക്ക് മുമ്പേ അവസാനിച്ച് കഴിഞ്ഞു. നമുക്കറിയാം. നമുക്ക് അതിനെക്കുറിച്ച് ഞാനിപ്പോൾ അതൊന്നും ഇവിടെ ചകഞ്ഞെടുക്കാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് ഒരു കാര്യം വളരെ വ്യക്തമാണ്, ഒരു അന്തരീക്ഷത്തിൽ നിന്നുള്ളൊരു കഥ ചമഞ്ചാണ് ഇപ്പോൾ ഈ പാർട്ടീനെ വേട്ടയാടിക്കൊണ്ടിരിക്കുന്നത്. നേരത്തെ ഞാൻ ഉദ്ദേശിച്ച PK നവാസ്, നിങ്ങളുടെ MSFന്റെ സംസ്ഥാന പ്രസിഡന്റ്, നിങ്ങളുടെ പാർട്ടി എന്ത് നടപടി സ്വീകരിക്കുന്നുള്ളതും അത് ഞങ്ങൾക്കറിയാം. കാരണം കേരളം മുഴുവനും ആ സ്ത്രീവിരുദ്ധതയ്ക്ക് വേണ്ടിയിട്ട് നിരവധി തവണ ചാനലുകളിൽ വരെ ചർച്ച ചെയ്യാൻ പങ്കെടുത്തിട്ടുള്ള. അപ്പോൾ ധാർമ്മികത വരുമ്പം പ്രിയപ്പെട്ട സാക്കിർ, താങ്കളെപ്പോലുള്ള മാന്യന്മാരായ ഒരാളുകൾ ഇത്തരക്കാരെ ഞങ്ങളെ പരിചയമുണ്ടുമ്പോൾ നിങ്ങൾ അത് ശ്രദ്ധിക്കണം. നിങ്ങളുടെ പാർട്ടി അനുഭവിച്ചുകൊണ്ടിരുന്ന കാര്യങ്ങളെ കുറിച്ച് അല്ലല്ല എനിക്ക് ഞാനത് പൂർത്തിയിട്ടുണ്ട്. അതായത് ചോദ്യത്തിന് മറുപടി പറയട്ടെ. അല്ലല്ല, അവസരം താങ്കൾക്ക് കിട്ടും. ഞാനൊന്ന് മറുപടി പറഞ്ഞോട്ടെ. ഞാനൊരു കാര്യം നിങ്ങളോട് ഉറപ്പിച്ചു പറയാം. കോഴിക്കോടുമായിട്ട് ബന്ധപ്പെട്ട് ഈ പാർട്ടിയെക്കുറിച്ച് കഴിഞ്ഞ 4 ദിവസമായിട്ട് പുറത്തു വന്നുകൊണ്ടിരിക്കുന്ന വാർത്തകൾ എന്താണെന്നുള്ളൊരു മറുപടി പറയാൻ പോലും ഇന്ന് ആ സമരവുമായപ്പോൾ ആ ചെറുപ്പക്കാരന് സാധിച്ചിട്ടില്ല. അദ്ദേഹം അവിടെ ഇന്ന് മുഴുവൻ ഇരിക്കുമെന്ന് പറഞ്ഞു. നിങ്ങൾ മാധ്യമങ്ങൾ, ഫ്ലിപ്പറും മാധ്യമപ്രവർത്തകരും ഫോട്ടോഗ്രാഫർമാരും അവിടെ ചെന്നെങ്കിലും ഒരു തരത്തിൽ പോലും അദ്ദേഹത്തിന് മറുപടി പറയാൻ പറ്റാത്തതാണ്. അദ്ദേഹം തൻ്റെ അമ്മയെ മാത്രം ബോധ്യപ്പെടുത്തണമെന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം ഉത്തരം പറയേണ്ടതിന് അദ്ദേഹം മറ്റുള്ള ആളുടെ തലയിൽ ചാരിക്കൊണ്ട് ഇനി അഥവാ അയാൾ വിരൽ ചൂണ്ടുന്ന ആൾ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ആൾ പുറത്തു വരട്ടെ, ആ ആൾ വന്ന് കാര്യങ്ങൾ പറയട്ടെ. നിയമപരമായ നടപടികൾക്ക് പോലും ഇവിടെ യൂത്ത് കോൺഗ്രസ് മെനക്കെട്ടിട്ടുണ്ട്. അത് നിയമത്തിന് മുമ്പിൽ പോയിട്ട് തെറ്റുകാരുണ്ട് ചൂണ്ടിക്കാണിക്കട്ടെ. അതിനെന്തിനാണ് നിങ്ങൾ CPM വേട്ടയാടുന്നത്? നിയമപരമായ സിറ്റി പോലീസ് കമ്മീഷണർ കൊടുത്ത പരാതി തെറ്റായിപ്പോയി, അങ്ങനെ പരാതി കൊടുക്കാൻ
പാടില്ലെന്ന് ഞങ്ങൾ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഞങ്ങൾ ആകെ പറഞ്ഞിരിക്കുന്നത് എന്ത് തെളിവാണെന്ന് ചോദിച്ചു. ഒരു തെളിവില്ലെന്ന് അയാൾ തന്നെ പറഞ്ഞു. ഇതല്ലാതെ കൊണ്ട് വേറെ ഒരു കാര്യം ഉണ്ടായിട്ടില്ല. ആർക്കും നിയമപരമായി നടപടി സ്വീകരിക്കാം, ഈ പാലിലിരിക്കുന്നവർക്ക് സ്വീകരിക്കാം. പക്ഷെ കൃത്യമായ തെളിവുകളുണ്ടാകണം. പക്ഷെ തെളിവില്ലാതെ കൊണ്ട് ഒരു പാർട്ടിനെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് കേരളത്തിൽ ഇപ്പോൾ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വന്നിരിക്കുന്ന ഒരു തിരിച്ചടിയുടെ പേരിൽ അത് മുമ്പ് ഉണ്ടായിട്ടുള്ള കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് വരുന്ന പച്ച നുണകൾ, പച്ചക്കള്ളങ്ങൾ, എവിടുന്നോ വാർത്തെടുത്തിരിക്കുന്ന കള്ളങ്ങൾ നിരത്തി ഒരു ചെറുപ്പക്കാരന്റെ പേരിൽ അയാൾക്ക് പോലും ഇല്ലാത്ത ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ഇങ്ങനെ വാർത്തകൾ ചോദിക്കുമ്പോൾ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക. നേരത്തെ ഇവിടെ അദ്ദേഹം പറഞ്ഞ പോലെ കേരളത്തിലെ ജനങ്ങൾ പൊട്ടന്മാരല്ല, വിഡ്ഢികളല്ല. അതാ 2019 ശേഷം ശബരിമല വിഷയത്തിൽ കേരളത്തിലെ ജനങ്ങളെ തിരിപ്പിക്കാൻ തുടങ്ങിയതിനു ശേഷം നടന്ന 3 ഉപതെരഞ്ഞെടുപ്പിലും 2021 നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും 8 സീറ്റും അധികം നൽകിക്കൊണ്ട് ഈ കേരള ജനത ഈ സർക്കാരിനെ മുമ്പോട്ട് കൊണ്ടുവന്നത് എന്തുകൊണ്ടാണ്? കേരളത്തിൽ സമഗ്രമായ വികസനങ്ങൾ, എണ്ണി പറയാനുണ്ട് വികസനങ്ങൾ, ഇവർ ഇട്ടേച്ചു പോയ വികസനങ്ങൾ, ഇവർ അസാധ്യമെന്ന് പറഞ്ഞ് കൂട്ടിക്കെട്ടി പോയതൊക്കെ നടപ്പിലാക്കിയ ഗവൺമെന്റ് കഥ പറയണ്ടേ? അല്ല, ഒരു ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെയും കാര്യം പറയണ്ടേ? അല്ല, എല്ലാം പറഞ്ഞോളൂ. ഇന്ന് ദേശീയ തലത്തിൽ 7 സംസ്ഥാനങ്ങളിൽ നടന്ന 13 ഉപതെരഞ്ഞെടുപ്പുകളിൽ 10 സീറ്റ് ഇന്ത്യ മുന്നണി നേടിയതും കയ്യിലിരുന്ന 7 സീറ്റ് BJPക്ക് അടിയറ വെക്കേണ്ട വന്നൊക്കെ നിങ്ങൾ ചർച്ച ചെയ്യൂ. നിങ്ങൾ എന്താ ചർച്ച ചെയ്യണ്ടല്ലേ? ദേശീയ തലത്തിൽ ജനാധിപത്യം തിരിച്ചു പിടിച്ചത് അതിനെ നിങ്ങൾ വാർത്തയാക്കിയിട്ടുണ്ടെന്ന് ഞാൻ പറയുന്നില്ല. അതുപോലും അടിച്ചു വാർത്തയാക്കിയവർക്ക് ഞങ്ങൾ ഇന്ത്യൻ ജനാധിപത്യത്തിന് വേണ്ടി ഇനി വോട്ട് ചെയ്യുമെന്ന് ഇന്ത്യയിലെ 7 സംസ്ഥാനങ്ങൾ തെളിയിച്ചു കഴിഞ്ഞു. അവിടുത്തെ ജനങ്ങൾ തെളിയിച്ചു കഴിഞ്ഞു. നിങ്ങൾക്ക് ഇതൊന്നും വാർത്തയല്ലോ, നിങ്ങൾക്ക് ഇതൊന്നും ചർച്ച ഈ ശ്രീജിത്തിനോട് ആർക്കാണ് പൈസ കൊടുത്തതെന്ന് പറയൂ എന്ന് പറയുകയാണ് ആര്? ഈ പ്രമോദ് കോട്ട്ലി. ഞാൻ ആർക്കൊക്കെ എന്തൊക്കെ ചെയ്തു കൊടുത്തു എന്ന് പാർട്ടി പറയണം എന്ന് പ്രമോദ് കോട്ട്ലി പറയുന്നു. അതിൻ്റെയൊക്കെ ഉന്നം എന്താണെന്ന് നമുക്ക് മനസ്സിലാവും. ശ്രീജിത്ത് എന്തായാലും മിണ്ടാൻ പോകുന്നില്ല. ശ്രീജിത്തിനെ മൂടി, അദ്ദേഹത്തിന് വാ മൂടി കെട്ടി എന്നുള്ള കോൺഫിഡൻസ് നന്നായി CPM ഉണ്ടെന്ന് തോന്നുന്നു. അപ്പൊ നിങ്ങൾക്ക് ഇങ്ങനത്തെ കാര്യങ്ങൾ പറയാനേ പറ്റത്തുള്ളൂ. സത്യാവസ്ഥകൾ എന്താണെന്ന് പകൽ പോലെ തെളിഞ്ഞിട്ടും ഉടനെ CPM വാ മൂടിക്കെട്ടി എന്ന് പറയുന്നു, CPM ഒതുക്കി എന്ന് പറയുന്നു. ആരൊതുക്കി, എന്തൊതുക്കി? CPM എത്ര പേരുടെ വാ മൂടിക്കെട്ടും? ഇത് വളരെ കൃത്യമായി വൈറ്റ് പേപ്പർ പോലെ തെളിഞ്ഞ വസ്തുക്കളല്ലേ നിഷാദ് തന്നെ ഇന്ന് ഈ ചർച്ചയിൽ ഉന്നയിച്ച ചോദ്യങ്ങൾക്ക് കൃത്യമായ മറുപടികൾ പറഞ്ഞില്ലേ? കാരണം ഇതെല്ലാം പൊതുജനം കണ്ടുകൊണ്ടിരിക്കുന്നതല്ലേ. ആ ആരോപണ കർത്താവായിട്ട് പാർട്ടി കണ്ടെത്തിയ കാരണവശാൽ അയാളെ പുറത്താക്കിയെങ്കിൽ തക്കതായ കാരണമുണ്ട്. അയാൾക്ക് റിയൽ എസ്റ്റേറ്റ് മാഫിയായിട്ടുള്ള ബന്ധങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. അയാൾക്ക് BJPയുടെ ഒരു നേതാക്കന്മാരായിട്ടുള്ള ബന്ധങ്ങളൊക്കെ പുറത്തു വന്നിരിക്കുന്നു. ഇപ്പോൾ തന്നെ ഇവിടെ പ്രിയപ്പെട്ട ആനന്ദ് പറഞ്ഞു അയാൾക്കൊരു സ്കൂട്ടർ മാത്രമല്ല, അയാൾ സാമ്പത്തികമുള്ളവരാണ്. അയാൾ ഇന്ന് പോയത് കാറല്ല, അയാളുടെ കാറാണെന്ന് എനിക്കറിയത്തില്ല കേട്ടോ, ഞാൻ നിങ്ങളെ ആരോപണങ്ങൾ ഉന്നയിക്കുന്നില്ല. അപ്പോൾ മറച്ചു വെച്ചിരിക്കുന്ന വസ്തുതകൾ ഒരു പാർട്ടിക്ക് ബോധ്യം വന്നപ്പോൾ അയാളെ പുറത്താക്കാനുള്ള തൻ്റെ ഇടം കാണിച്ച പാർട്ടിയെ CPM വേറൊരു പാർട്ടിയെ കാണിക്കത്തില്ല. ഇവിടെ കോടികള് ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടുള്ള അഴിമതി ആരോപണം വന്നവരും ഇന്നും സംരക്ഷിക്കുന്ന പാർട്ടികളുണ്ട്. ഇന്നും സംരക്ഷിക്കുന്ന പാർട്ടികളുണ്ട്. ഞാൻ അതിനാ ഒരു ഉദാഹരണം പറഞ്ഞത്. അപ്പൊ അതുകൊണ്ട് നിങ്ങളൊന്ന് മനസ്സിലാക്കണം, CPMനെ ഒരല്പം ജനങ്ങളുടെ ശിക്ഷ ഏറ്റുവാങ്ങിയപ്പോൾ കൂട്ടത്തോടെ വന്ന് ആക്രമിച്ച് ഇതിനെ അങ്ങ് ഇല്ലാതാക്കാന്ന് പറഞ്ഞാൽ നിങ്ങളൊക്കെ ശരിക്കും പറഞ്ഞാൽ മലർപ്പൊടിക്കാരന്റെ സ്വപ്ന കാണുന്നത്. ഈ പാർട്ടിനെ നിങ്ങൾക്ക് തീർക്കാൻ പറ്റത്തില്ല. നമ്മുടെ പണി CPM ഇപ്പൊ പ്രമോദ് കോട്ട്ലിയെ പുറത്താക്കാൻ പറ്റും. അഴിമതി ആരോപണത്തിന്റെ കാര്യം മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയന് 1.25 കോടി CMRനോട് മേടിച്ചത് എന്തിനാണ് എന്ന സില്ലി ക്വസ്റ്റൻ ആൻസർ ചെയ്യാൻ പറ്റാത്ത ഒരു പാർട്ടിയാണ്. അവരെ സംരക്ഷിക്കാൻ, പാർട്ടി മെമ്പർ പോലല്ലാത്ത അവരെ സംരക്ഷിക്കാൻ സംസ്ഥാന സെക്രട്ടറി ബ്രാഞ്ച് സെക്രട്ടറി വട്ടം ഇല്ലില്ല എന്താ ആൻസർ ചെയ്തിട്ടുണ്ട്? അവർക്ക് ആൻസർ ചെയ്യാൻ പറ്റിയിട്ടില്ല. കമ്പനിക്കോ അതിന്റെ നിങ്ങളെ അഴിമതി ആരോപണത്തെ കുറിച്ചും സംശുദ്ധതയുടെ പൊൻതുകലിനെ കുറിച്ചും പറയുമ്പോൾ ഈ സംഗതി അവിടെ ഉണ്ട്. മാധ്യമങ്ങൾക്ക് രാവിലെ CPM ഇല്ലാതാക്കലല്ല പരിപാടി. ഷാക്കിർ, നിങ്ങളുടെ ഒരു വൈൻഡ് അപ്പ് ടേക്ക് എന്താണ് ഇതിനകത്ത്? എന്താ ചോദിച്ചാൽ CPM ഇത് അടച്ചു, ഇത് കഴിഞ്ഞു എന്ന കോൺഫിഡൻസിലാണ്. ആ കോൺഫിഡൻസ് സത്യത്തിൽ നമ്മൾ പറയില്ല എന്താണ്, ചമരക്കോയോ തലപൂത്തി വെച്ചാൽ മറ്റാരും കാണൂലെന്ന് വിചാരിക്കും, ഒട്ടകപക്ഷി. ഇത് അതേപോലെ ഈ റെജി ലൂക്കോസൊക്കെ കേരളത്തിൽ യഥാർത്ഥത്തിൽ നല്ല ക്രെഡിബിലിറ്റി ഉള്ള ഒരു വ്യക്തിത്വമാണ്. പക്ഷെ നിങ്ങൾ ഇത്ര തരം താഴരുത്. CPMനെ ന്യായീകരിച്ച് ആ പാർട്ടി ഇല്ലാണ്ടായി അതിൽ ന്യായീകരിക്കുന്ന ആളുകൾ വ്യക്തിത്വം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. യഥാർത്ഥത്തിൽ നിങ്ങൾ പറഞ്ഞല്ലോ CPM നേതാക്കന്മാരെന്താ, ഇപ്പോൾ തൃശ്ശൂർ ജില്ലാ സെക്രട്ടറിയുടെ അവസ്ഥ എന്താണ്? എത്ര കോടി രൂപയുടെ അഴിമതിയെക്കുറിച്ചാണ് ഇപ്പോൾ ചർച്ച നടന്നുകൊണ്ടിരിക്കുന്നത്? എന്താ കേസ് എടുക്കുന്നത്? ഇവിടെ നമ്മളെ പോയിന്റ് ഇത്രയാണ്, ഈ കോട്ടൂളിയെ ഇന്ന് പുറത്താക്കിയത് CPM എന്ന പാർട്ടിയാണ്. ആ കോട്ടൂളിയെ പുറത്താക്കി CPMന്റെ ആഭ്യന്തര പ്രശ്നം കൊണ്ടല്ല. അത് ഈ കേരളത്തിലെ ഒരു പ്രധാന വിഷയത്തിൽ കുറ്റവാളിയാണ് എന്ന് CPMന് ബോധ്യമായി. CPMന് പ്രാഥമിക അന്വേഷണത്തിൽ ബോധ്യമായി. അതാണെന്ന് കോഴിക്കോട് ജില്ലാ സെക്രട്ടറി P. മോഹൻ പറഞ്ഞിട്ടുള്ളത്. ആ ബോധ്യമായത് കേരളം ഭരിക്കുന്ന പാർട്ടിയാണ് CPM.
ആ കുറ്റകൃത്യത്തെ മൂടി വെക്കുന്ന പണി CPM എടുക്കരുത്. അതിന് നിങ്ങളെപ്പോലെയുള്ള ആളുകൾ പിന്നെ വക്കാലത്ത് പിടിക്കരുത്. അത് കുറ്റകൃത്യങ്ങൾ പോലീസ് അന്വേഷിച്ച് കുറ്റവാളികളെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരട്ടെ. ലക്ഷക്കണക്കിന് അഭ്യസ്തവിദ്യരായ ചെറുപ്പക്കാരുടെ പ്രശ്നമാണ്. ആ പ്രശ്നത്തിന് അത്ര ഗൗരവമായി കാണണം. നിങ്ങളത് മൂടി വെക്കാൻ ശ്രമിക്കുന്നത് ഈ കേരളത്തിലെ തൊഴിലില്ലാത്ത ചെറുപ്പക്കാരോട്, തൊഴിലന്വേഷിക്കുന്ന ചെറുപ്പക്കാരോട് ചെയ്യുന്ന ഒരു പാതകമാണ്. ഇത് നിസ്സാരമാക്കി വിട്ടേണ്ട വിഷയമല്ല. CPMന്റെ ധാർമ്മികതയെക്കുറിച്ച് നിങ്ങൾ പറയുമ്പോൾ ഒറ്റവാചകത്തിൽ പ്രിയപ്പെട്ട നിഷാദ് മറുപടി പറഞ്ഞ് ഒന്നല്ല 1000 കേസ് ഒരു ശ്വാസത്തിൽ പറയാൻ കഴിയും, സമയം ഇവർ അനുവദിക്കുകയാണെങ്കിൽ. ഇപ്പോൾ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ് അറിയാലോ, നമുക്ക് വയനാട്ടിലെ സിദ്ധാർത്ഥിൻ്റെ കൊലപാതകം മുതൽ ഇങ്ങനെ ഇങ്ങോട്ട് പോന്നാൽ പിന്നെ നിരവധി വിഷയങ്ങൾ ഓരോ ദിവസവും ഒരു ചർച്ച എടുക്കും. നിങ്ങൾ സ്റ്റോപ്പ് ചെയ്യല്ല, അതിനേക്കാൾ വലിയ ദുരന്തങ്ങളും നഷ്ടങ്ങളും നിങ്ങൾ വരുത്തി വെക്കുന്നു. അപ്പോൾ സ്വാഭാവികമായും മാധ്യമങ്ങളും കേരളീയ ജനവും അത് ചർച്ച ചെയ്യും. പക്ഷെ അതിൻ്റെ റിസൾട്ടായിരുന്നു ഇപ്പോൾ കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പ്. നിങ്ങൾക്കറിയാമല്ലോ, പോസ്റ്റൽ വോട്ടുകളിൽ ഉൾപ്പെടെ CPMനുണ്ടായിട്ട് തിരിച്ചടി CPM തിരിച്ചറിയുന്നത് നല്ലതാണ്. ഉദ്യോഗസ്ഥരായിട്ടുള്ള CPM അനുഭാവികളും പ്രവർത്തകരും പോലും പിണറായി വിജയൻ്റെ സർക്കാരിനെതിരെ തിരിഞ്ഞത് ഈ ഗവൺമെൻറ്റിൻ്റെ ഇത്തരത്തിലുള്ള തെറ്റായ നയപരിപാടികൾ, CPMന്റെ പൊതുജനങ്ങളുമായി ബന്ധം വിട്ടിട്ടുള്ള സാഹചര്യത്തെക്കുറിച്ചൊക്കെ ഇവർക്ക് ബോധ്യം വന്നതുകൊണ്ടാണ് ഈ രീതിയിൽ ജനങ്ങൾ പ്രതികരിക്കുന്നത്. CPM പാർട്ടി കോഴിക്കോട് ജില്ലയിൽ കാര്യം കൂടി, കോഴിക്കോട്ടെ പാർട്ടിയെ കുറിച്ച് അദ്ദേഹം പറഞ്ഞിട്ടുള്ള കുറെ സംഗതികളുണ്ട്. ശ്രീ റജി ലൂക്കോസ്, കൊടിയത്തൂർ ബാങ്കിനെ കുറിച്ച് നിങ്ങൾക്ക് അറിയില്ലേ? 6 ലക്ഷം രൂപ ലാഭത്തിലായിരുന്ന ബാങ്ക് 20 കോടി രൂപ വളരെ ചെറിയ സമയം കൊണ്ട് നഷ്ടത്തിൽ വരുത്തിയത് നമ്മുടെ DYFയുടെ സംസ്ഥാന പ്രസിഡന്റാണെന്ന് ആരോപണം ഉന്നയിച്ചത് ലീഗുകാരല്ല. അറിയാലോ, ഞങ്ങൾ ഈ മീഡിയ ഓഫീസിൽ ഇരിക്കുന്നതിന്റെ കിലോമീറ്റർ അപ്പുറത്താണ്. അങ്ങനെ കോഴിക്കോട് ജില്ലയിലെ ഒരു മുൻ MLA നോക്കാം. ഇന്നിപ്പോൾ അവസാനിപ്പിക്കുന്നു. താങ്ക് യു ശ്രീ ആനന്ദ് കൊച്ചുകുടി, ഒപ്പം തന്നെ ശ്രീ ഷാക്കർ, ശ്രീ റജി ലൂക്കോസ് ഈ ചർച്ചയിൽ പങ്കെടുത്തതിന്.